मीठे मीठे बाबा ने हम सबको सहज योगी बनाया है। ഓം ശാന്തി. മധുരമധുരമായ ബാബ നമ്മളെല്ലാവരും സഹജയോഗിയാക്കി. सहज योगी कोई भी मेहनत नहीं अनुभव हो, बैठो और बाबा के पास चले जाओ, ऐसे सहज योगी हो। സഹജയോഗി എന്ന് വെച്ചാൽ അധ്വാനമൊന്നുമില്ല, ഇരുന്നു ബാബ അടുത്ത് പറന്നെത്തി. അത്തരം സഹജയോഗികളാണോ? ആണോ? सहज योगी मेहनत लगती है, അധ്വാനം തോന്നുന്നുണ്ടോ? സഹജയോഗിയാണോ? बुद्धि भटकती तो नहीं है? ബുദ്ധി അലയുന്നില്ലല്ലോ? അലയുന്നുണ്ടോ? सहज योगी कह करके अलबेले योगी बन जाते हैं। ചിലപ്പോഴൊക്കെ എന്താന്ന് വെച്ചാൽ സഹജയോഗി എന്ന് പറഞ്ഞ് അലസയോഗിയായി തീരുന്നു. क्योंकि अलबेलापन बहुत नुकसान करता है। അശ്രദ്ധ ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. ठीक है, हम तो हैं ही बाबा के सिवाय और मेरा कौन है, बाबा ही तो याद है और किसको याद करेंगे। ഞാൻ ബാബയുടെയാണ്, ബാബയല്ലാതെ എനിക്ക് ആരാളേ, എൻ്റെ ഉള്ളിൽ ബാബയുടെ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട്. ऐसे अलबेले बन करके चलते हैं, बाबा कहाँ मैं कहाँ, बहुत बड़ा अंतर दिखाई देता है। അങ്ങനെ അശ്രദ്ധരായി മുന്നോട്ട് പോകും. ബാബ എവിടെ, നമ്മളെവിടെ, എത്ര വലിയ അന്തരമുണ്ട്. बाबा हम बच्चों को अपने समान संपन्न संपूर्ण बनाना चाहते हैं. ബാബ തനിക്ക് സമാനം തൻ്റെ മക്കളെ സമ്പന്നം സമ്പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്നു. साकार ब्रह्मा बाबा की दृष्टि से लोगों को साक्षात्कार हो जाता था. സാകാരത്തിൽ ബ്രഹ്മാ ബാബയുടെ ദൃഷ്ടി കൊണ്ട് തന്നെ ആളുകൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു. उनके चलने में, बैठने में, बात करने में, हर बात में योग बाबा का समाया हुआ था. അവരെഴുന്നേൽക്കുന്നതിൽ, നടക്കുന്നതിൽ, സംസാരിക്കുന്നതിലൊക്കെ തന്നെ യോഗ അലിഞ്ഞു ചേർന്നിരുന്നു. कभी बाबा से, शिव बाबा से बाबा को जुदा नहीं किया जा सकता. ഒരിക്കലും ശിവബാബയും ബാബയും തമ്മിൽ വേർപ്പെടുത്താനാവില്ല. ब्रह्मा बाबा और शिव बाबा का अंतर कर सकते हैं क्या? ശിവബാബയും ബ്രഹ്മാബാബയും തമ്മിലൊരു വ്യത്യാസം ചെയ്യാൻ പറ്റുമോ? हर बात में बाबा करन करावनहार है, बाबा करा रहा है, बाबा करा रहा है. अंदर की यही धुन लग गई जैसे बाबा का यज्ञ है, बाबा के बच्चे हैं, बाबा कराने वाला है, उसके सब रचना है. मैं कुछ नहीं करता, मैं कुछ नहीं. उन्होंने मैंपन को समाप्त कर दिया. ബാബ എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ കരാവൻഹാരാണ്, ബാബയുടെ മക്കളാണ്, ഇതെല്ലാം ബാബയുടെ കാര്യമാണ്. അത് എൻ്റെ ഞാൻ എന്നുള്ള ഭാവം തന്നെ ബാബ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു ബ്രഹ്മ ബാബ. अगर कोई ब्रह्मा बाबा की महिमा करता तो बाबा क्या कहते, बच्चे मैं कुछ नहीं करता, शिव बाबा करता, या मेरे बच्चे करते, मैं कुछ नहीं करता. ബ്രഹ്മ ബാബനെ സ്തുതിക്കുമ്പോൾ ബാബ പറയത്രേ, കുട്ടികളെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഒന്നിൽ ശിവബാബ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ചെയ്യുന്നു. हम सब तो जानते हैं कि ब्रह्मा बाबा के बिना शिव बाबा भी क्या करेगा. നമുക്കൊക്കെ അറിയാലോ, ശിവബാബയ്ക്ക് പോലും ബ്രഹ്മാ ബാബ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. एक बहुत सुंदर मंदिर है, शायद केरला में या आंध्रा में मैंने देखा था शिव बाबा का मंदिर. तो शिव बाबा के मंदिर में जाने के पहले नंदी के पास जाते थे सभी, और नंदी के कान में कुछ बोलते थे. तो मैंने पूछा ये क्या कर रहे हैं? तो बोला कि नंदी के कान में अगर बोलेंगे ना तो शिव बाबा सुन लेगा. ये बड़ा वंडरफुल मंदिर बनाया है इन्होंने. ശിവബാബ ഇവിടെ കേരളത്തിൽ ഇവിടെ വരുന്നേക്കാൾ മുന്നേ ബൈസപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ആന്ധ്രയിലും. അതായത് ശിവൻ്റെ അമ്പലത്തിൽ വലിയ നന്ദീനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ നന്ദിയുടെ ചെവിട്ടിൽ പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രിക്കുന്നു. ഇതെന്താ ഒരു ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, ഈ നന്ദിയുടെ ചെവിയിൽ എന്താണോ മന്ത്രിക്കുന്നത് അത് ശിവബാബ കേൾക്കുമെന്ന്. അങ്ങനെ അത്ഭുതമായി തോന്നി. आप लोगों ने कभी नंदी के कान में बोला है कुछ? नंदी के कान में बोला है? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നന്ദിയുടെ ചെവിയിൽ മന്ത്രിച്ചിട്ടുണ്ടോ? ये शिव बाबा का नंदी है, ब्रह्मा बाबा. इसके कान में बोल दो, शिव बाबा सुन लेगा. ബ്രഹ്മ ബാബയാണ് നന്ദി. ബ്രഹ്മബാബയുടെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞു, ശിവബാബ കേൾക്കും.
अभी थोड़े दिन पहले मैं बनारस गया था। बनारस में बाबा का मंदिर है ना, विश्वनाथ का, बहुत सुंदर मंदिर है। बहुत बड़ी कहानी है उसकी मंदिर की, मैं कहानी नहीं सुनाऊंगा। लेकिन जो नंदी है, अभी जो नया मंदिर बना है उसका नंदी अलग है, लेकिन जिस पर मुसलमानों ने कब्जा किया वो नंदी जो है उसकी बड़ी कहानी है। അവിടെ ബൈസഭ ഇപ്പോൾ ബനാറസിൽ കാശി വിശ്വനാഥനെ പോയി കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ അതിന് വലിയ കഥയാണ്, കഥ ഇപ്പോൾ പറയുന്നില്ല, എന്നാലും വലിയ നന്ദിയാണ് അവിടെയുള്ളത്. മുസ്ലിങ്ങൾ അതിനെ കീഴടക്കിയല്ലോ, അപ്പോൾ ആ നന്ദിയുടെ കഥ പറയാൻ. सुना होगा ना कहानी पेपर्स में, ज्ञान बापी। ज्ञान बापी जो है ना मस्जिद, वो शिव बाबा का मंदिर नीचे है। लेकिन मंदिर में शिव बाबा को तो मुसलमानों ने उठाया। जब उठाने लगे तो पुजारी ने बाबा के मूर्ति को, लिंग को पकड़ करके और वो कुएं में कूद गया। कुआं है वहाँ पर, और जब कुएं में कूद गया तो मुसलमान लोगों ने जो थे वो, उन्होंने उसको ढूंढना चाहा कि कुएं में कहीं तो मिल जाएगा। तो न वो पुजारी मिला न शिव बाबा मिला, दोनों गुम, कुएं के अंदर से ही गुम हो गए। कहानी ऐसी बताते हैं। और बहुत दिन के बाद एक इंदौर की रानी नर्मदा नदी में नहाने के लिए गई, तो उसके पल्लू में शिव बाबा, वो जो शिव विश्वनाथ थे ना, वो साड़ी में आ गए। वो जो वहाँ कूदा था वो शिवलिंग यहाँ आ गया। फिर वो लेके गई तो वहाँ पर दूसरा मंदिर बनाया। लेकिन जब नंदी को उन्होंने तोड़ना चाहा तो नंदी के कान से इतनी मक्खियाँ निकली, मधुमक्खियाँ, जो उन्होंने उनके ऊपर वार कर दिया तो सारे भाग गए। नंदी को नहीं तोड़ पाए, नंदी ऐसे ही रखा हुआ अभी भी, और वो ऐसे उसके पीछे लाइन लगती है भक्तों की, उसके कान में लोग बोलने जाते हैं। तो मेरे को बोला आप भी कुछ बोलो। हमने कहा मैं तो रोज़ बोलता हूँ, अभी नहीं बोलूँगा मैं। ബൈസഭ പറയാണ്, അവിടെ മുസ്ലിങ്ങൾ കീഴടക്കാൻ വന്ന സമയത്ത് ശിവലിംഗം ഉണ്ടായിരുന്നല്ലോ. ശിവലിംഗം മുസ്ലിങ്ങൾ പൊക്കാൻ നോക്കിയപ്പോൾ പൂജാരി ശിവലിംഗ സഹിതം അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറ്റിലേക്ക് ശിവലിംഗം എടുത്ത് ചാടി. അങ്ങനെ മുസ്ലിം സൈന്യം മുഴുവൻ ആ കിണർ മുഴുവൻ തെരഞ്ഞിട്ടും ശിവലിംഗവും കിട്ടിയില്ല, പൂജാരിനെയും കിട്ടിയില്ല. അത് രണ്ടുപേരും അപ്രത്യക്ഷമായി. കുറേ സമയങ്ങൾക്ക് ശേഷം അവിടെ നദിയിൽ ഒരു റാണി കുളിക്കുന്ന സമയത്ത് റാണിയുടെ സാരിയുടെ തലപ്പിൽ ശിവലിംഗം കിട്ടി. അപ്പോൾ നന്ദിക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നന്ദീനെ പറിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വന്നപ്പോൾ നന്ദിയുടെ ചെവിട്ടിൽ നിന്ന് കുറേ തേനീച്ച വന്നിട്ട് തേനീച്ചകൾ ഇവരെ യുദ്ധം ചെയ്ത് ഓടിപ്പിച്ചു. അപ്പോൾ അവിടെ കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു നന്ദിയുടെ ചെവിയിൽ മന്ത്രിക്കാൻ. ബായിസാബിനോടും പറഞ്ഞു മന്ത്രിച്ചോളാൻ, പിന്നെ ആവാന്ന് പറഞ്ഞു, മന്ത്രിക്കാതെ പോന്നു. ब्रह्मा बाबा इतना ऊंची हस्ती है जो उसको कोई कुछ नहीं कर सकता है। वो शिव बाबा का रथ है, और बाबा और शिव बाबा को कोई अलग नहीं कर सकता, क्योंकि उसके बिना उसका नहीं चलता, उसके बिना उसका नहीं चलता। तो इसलिए ब्रह्मा बाबा सहज योगी, निरंतर योगी, स्वतः योगी, नेचुरल योगी थे, योग लगाने वाले नहीं थे. ബ്രഹ്മ ബാബ അത്രയും ഉയർന്ന വ്യക്തിത്വമാണ്. ബാബയും ശിവബാബയും തമ്മിൽ ഒരിക്കലും വേർതിരിക്കാൻ സാധ്യമല്ല. ശിവൻ്റെ സ്വയം ഭഗവാന്റെ രഥമാണ് ബ്രഹ്മ ബാബ. ബ്രഹ്മ ബാബ ഇല്ലാതെ ശിവബാബയോ ശിവബാബി ഇല്ലാതെ ബ്രഹ്മ ബാബയ്ക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബ്രഹ്മ ബാബ നിരന്തര യോഗി, സഹജയോഗി, സ്വതः യോഗിയായിരുന്നു, നേച്ചുറൽ യോഗിയായിരുന്നു. लेकिन जब संपन्न बनना, संपूर्ण बनने की धुन लग गई, पता है कब लगी? 68 में बाबा ने एक संदेशी को बुलाया और संदेशी को पूछा कि तुम ऊपर से बाबा ब्रह्मा बाबा को देखती हो सूक्ष्म वतन में? तो बोला हाँ बाबा। बोला देखो, जाओ संदेश में, ट्रांस में, और उस बाबा में और इस बाबा में कितना अंतर है वो बताओ. तो हो गई, बहुत भोली सीधी ट्रांस वाली मैसेंजर थी. तो जब वो संदेश में गई तो बोलती है बाबा, ऊपर वाले बाबा में बहुत चमक है, बहुत लाइट है, इसमें थोड़ी कम है. ब्रह्मा बाबा के लिए बोला तो बाबा की धुन लग गई. अब मुझे वैसा बनना है, जैसा ऊपर दिखाई देता है ऐसा मुझे बनना है. उसके लिए उन्होंने क्या किया?
उन्होंने जो बाह्य मुक्ता की बातें थी, बच्चों के साथ खेलना, बहलना, कुछ भी करना, बाबा ने अपने आप को उपराम कर लिया। काम नहीं छोड़े, सेवाएं नहीं छोड़ी, मकान बन रहे थे बनवाए, पत्र लिखे, मुरली सुनाई, सब सेवाएं बाबा करते रहे, लेकिन बाह्य मुक्ता से अंतर्मुखी बन गए। और अंतर्मुखी बनने के बाद अब मुरली के अंदर आएंगे, देखेंगे गीत अच्छे नहीं लगे। बच्चे, गीत बजाने की क्या ज़रूरत है? 1-1.5 साल मुरली के ऊपर पहले गीत बजता था, बाबा ने गीत बंद करा दिया, इसकी ज़रूरत नहीं है। फिर बच्चे सवेरे सवेरे जाते थे, बाबा से गुड मॉर्निंग करते थे। बच्चे, आवाज़ में आके गुड मॉर्निंग क्यों करते हो? आवाज़ में आने की क्या ज़रूरत है? वो गुड मॉर्निंग बंद करा दिया। ബ്രഹ്മ ബാബയ്ക്ക് ഈ അവ്യക്ത സമ്പൂർണ്ണ സമ്പന്നാവണം, അതുവരെ നിരന്തര സുഖയോഗിയായിരുന്നു. പക്ഷെ ബ്രഹ്മ ബാബയ്ക്ക് സമ്പന്നാകണം, സമ്പൂർണ്ണാകണം എന്നുള്ള ഒരു ലഹരി പിടിച്ചുപോയി. ആ സമയത്ത് ബാബ അതെപ്പോഴാണെന്ന് വെച്ചാൽ 1968. അപ്പോൾ ബ്രഹ്മ ബാബ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അന്ന് സന്ദേശികളുണ്ടല്ലോ, സൂക്ഷ്മത്തിൽ പോകുന്ന സന്ദേശി സിസ്റ്റർമാർ, അവരോട് പറഞ്ഞു, നീ സൂക്ഷ്മത്തിൽ പോകുമ്പോൾ ബ്രഹ്മ ബാബയെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് ബാബ എന്ന് പറഞ്ഞു. എന്നാൽ വേഗം പോയി ഇപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ പോയിട്ട് ആ ബാബയ്ക്കും ഈ ബാബയ്ക്കും എന്ത് വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷം സന്ദേശി പറഞ്ഞു, അവിടുത്തെ ബാബ ഒരുപാട് തിളക്കമുണ്ട്, ഈ ബാബയ്ക്ക് തിളക്കം കുറച്ച് കുറവാണ്. അപ്പോൾ എന്താ ചെയ്താലും തിളക്കം കൂട്ടാൻ വേണ്ടിയുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകി. സേവനമൊന്നും നിർത്തിവെച്ചില്ല, മുരളി വായിച്ചു, ലെറ്റർ എഴുതി, എല്ലാ കാര്യങ്ങളും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, കൺസ്ട്രക്ഷനും ചെയ്യിപ്പിച്ചു. പക്ഷെ ചിരികളി തമാശകളിൽ നിന്നൊക്കെ ബാബ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യുമായിരുന്നല്ലോ, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ബാബ വിഡ്രോ ചെയ്തു. മുരളി തുടങ്ങാൻ സമയത്ത് ഗീതം വയ്ക്കുമായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, എന്തിനാ കുട്ടികളെ പാട്ട് വയ്ക്കുന്നത്? പാട്ട് വയ്ക്കേണ്ട ആവശ്യം എന്താ? പാട്ട് വേണ്ട പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് വന്ന് ബാബയോട് കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു. അപ്പോൾ ബാബ ചോദിച്ചു, അത്ര എന്തിനാ ശബ്ദലോകത്ത് വന്ന് നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുന്നത്? ശബ്ദലോകത്ത് വരണ്ട എന്ന് ബാബ പറഞ്ഞു. അവർ ഗുഡ് മോർണിംഗ് പറയൽ നിർത്തിവെച്ചു. क्लासरूम जो था ना, हिस्ट्री हॉल देखा? हिस्ट्री हॉल बाबा का ഹിസ്റ്ററി ഹാൾ കണ്ടിട്ടില്ലേ? കണ്ടവരൊക്കെ തലയാട്ട് ഹിസ്റ്ററി ഹാൾ കണ്ടവർ. हिस्ट्री हॉल में एक घड़ी थी, घड़ी से एक चिड़िया आती थी घंटा बजाने के लिए। तो जब वो आती थी तो चूं 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 करती थी। अरे बच्ची, ये आवाज़ कर रही है, इस बच्ची को यहाँ से हटा दो। आवाज़ पसंद ही नहीं बाबा को, आवाज़, घड़ी को बंद करा दिया, नहीं चाहिए। टिक टिक भी नहीं चाहिए। इतनी एकाग्रता, इतना एकांत, बस जैसे बस मुझे बनना है संपन्न, मुझे संपूर्ण बनना है। ഹിസ്റ്ററി ഹാളിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ ബെല്ലടിക്കുന്ന സമയത്ത് അതിലൊരു കുരുവി വന്നിട്ടാണ് ശബ്ദം ഉണ്ടാക്കുക. അങ്ങനെയാണ് ആ ക്ലോക്കിൻ്റെ സിസ്റ്റം. അപ്പോൾ ബാബ പറഞ്ഞിട്ട്, കുട്ടി, ഈ കുട്ടീനെ ഇവിടെ നിന്ന് മാറ്റാൻ, അതായത് കുരുവിയിൽ ശബ്ദം ഉണ്ടാക്കിക്കേണ്ട. ആ ക്ലോക്കിൻ്റെ ടിക് ടിക് എന്നുള്ള ശബ്ദം പോലും ബാബയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അത്രത്തോളം സൈലൻസിൻ്റെ ലോകത്തിലേക്ക് ബാബ ഉപരിയായി പോയിട്ടുണ്ടായിരുന്നു. कोई बच्चे आते, समाचार सुनाने लगते, अरे बच्चे ठीक है, समाचार लिखा था ना तुमने, क्यों रिपीट करते हो? इसमें समय क्यों देते हो? विस्तार को सार में ले लिया। कोई भी बातों के क्या हुआ, कैसे चल रहा, कुछ नहीं। एक दिन दीदी जी ना कंट्रोलर थे, दीदी मनमोहिनी, मम्मा के बाद दीदी को बाबा ने रखा था। तो वो भंडारे में गई तो 2-4 लोग आवाज़ कर रहे होंगे कुछ भंडारे में। बाबा के पास आई, बाबा को सुनाने लगी, लेकिन सुनाते सुनाते दीदी का रूप थोड़ा बदल गया। बाबा ऐसे करते हैं, ऐसे करते हैं। बाबा ने बहुत प्यार से कहा, बच्ची वो कर रहे हैं, तुम अपने चेहरे को क्यों बदल रही हो? करने दो ना। कोई भी बाह्य मुक्ता का सुनना, देखना, बोलना सब बंद। केवल एक बाबा, दूसरा ना कोई। लगन में मगन हो गए.
ബാബ റിപ്പോർട്ട് കേൾക്കുന്നത് കൂടി കുട്ടികളെല്ലായിടത്തും പോയി വന്ന റിപ്പോർട്ടൊക്കെ ബാബയോട് പറയുമായിരുന്നല്ലോ. അതിൽ നിന്ന് പോലും ബാബ സൈലൻസിലേക്ക് വന്നു. ആരെന്ത് റിപ്പോർട്ട് പറയുമ്പോഴും വെറുതെ ഇങ്ങനെ ഹാഞ്ചി ഹാഞ്ചി എന്ന് പറയും. പിന്നെ എല്ലാ റിപ്പോർട്ടും എഴുതിയതിന് ശേഷം വന്ന് ബാബയോട് പറയുമ്പോൾ ബാബ പറയും, നീ എല്ലാതും എഴുതി അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ വീണ്ടും പറഞ്ഞിട്ട് എന്തിനാ ടൈം അവിടെ ശബ്ദലോകത്ത് വരുന്നത് എന്ന് ബാബ ചോദിക്കുമായിരുന്നു അത്രേ. ആ സമയത്ത് ദീദി മൻമോഹിനി ദീദിജി ആയിരുന്നു മമ്മയ്ക്ക് ശേഷം യജ്ഞത്തിന് സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അടുക്കളയിൽ പോയ സമയത്ത് 3-4 ആളുകൾ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദീദി വന്ന് ബാബോയുടെ റിപ്പോർട്ട് പറയുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ദീദിയുടെ മുഖത്തിൻ്റെ ഭാവവും മാറി. അപ്പോൾ ബാബ ചോദിച്ചു അത്രേ, നീ അവർ സംസാരിക്കുന്ന സമയത്ത് എന്താണോ നിൻ്റെ മുഖം എന്തിനാ മാറുന്നത്, നീ ഇതിനുപരി ബാബയുടെ അടുത്തേക്ക് പോകും, അവരവരുടെ കാര്യം ചെയ്യട്ടെ, ഒരു ബാബയല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ബാബ മാറിയിട്ടുണ്ടായിരുന്നു. सेंटर से बच्चे आते थे बुलाने के लिए, बाबा चक्कर लगाओ हमारे सेंटर पर चलो। बाबा 66-67 तक गए, लेकिन बाद में बच्चे शिव बाबा को लेकर के कहाँ जाएंगे, किसके पीछे जाएंगे, किसको देखेगा बाबा। ब्रह्मा बाबा कहीं नहीं जाएगा, घर से बाहर निकलना भी बंद कर दिया, एकांत में बस मगन। സെൻറ്ററുകളിൽ പോവായിരുന്നു. സെൻറ്ററിൽ നിന്ന് സിസ്റ്റർമാർ വന്ന് വിളിക്കും, ബാബ ഞങ്ങളുടെ സെൻറ്ററിലേക്ക് വരണം, ചുറ്റി കറങ്ങാൻ വരണം എന്ന്. ബാബ 67 ശേഷം പുറം ലോകത്തേക്ക് പോയിട്ടേ ഇല്ല. ബാബ പറയും, ഇത്തിരി ശിവബാബയെ വിട്ട് ഞാനെവിടെ വരാനാ കുട്ടി. ആ മധുബൻ വിട്ട് പുറം ലോകത്തേക്കേ വരാതെ ഏകാന്തതയിൽ ബാബ മാത്രം അങ്ങനെ മുഴുകിയിരുന്നിരുന്നു. अपनी नई नई प्रदर्शनी बनी थी, हमारे रमेश भाई थे ना बॉम्बे के, तो उन्होंने एक बहुत सुंदर प्रदर्शनी बनाई और प्रदर्शनी बहुत सक्सेस हुई, खूब सेवा हुई। तो बाबा को निमंत्रण दिया, बाबा प्रदर्शनी बहुत अच्छी है, एक बार देखने के लिए बॉम्बे आओ। बाबा बच्चे बाबा बॉम्बे नहीं आएगा, प्रदर्शनी यहीं लगाओ। आबू में प्रदर्शनी लगवाई, जहाँ पर नक्की लेक पर म्यूजियम बना ना अभी, तो वहाँ एक होटल था, होटल में प्रदर्शनी लगाई गई। अब बाबा को कहें, बाबा प्रदर्शनी देखने चलो। बाबा कहे, नहीं बच्चे, बाबा बाहर नहीं निकलेगा। फिर भाई लोगों ने जिद करके सुबह सुबह 5 बजे गाड़ी में बिठाया बाबा सुबह, और बिठा करके ले गए। प्रदर्शनी दिखाई सारी, प्रदर्शनी देखने के बाद बाबा जब बाहर आए और ऐसे सामने मकान देखा, बच्चे प्रदर्शनी बहुत अच्छी है, ये मकान अगर मिल जाएगा ना तो यहाँ पर म्यूजियम बनेगा, म्यूजियम बनाना। देखो किसकी ज़मीन है, किसका मकान है। बस लास्ट वो बाबा का आबू में नज़र पड़ी, और बाबा जब भाई लोग गए लिखा पढ़ी कराई, रमेश भाई को निमित्त बनाया, वर्ल्ड रिन्यूअल स्पिरिचुअल ट्रस्ट बनाया, और म्यूजियम का स्थान लिखा पढ़ी हुआ। और कागज़ लेकर के वो ट्रेन में आ रहे थे, आबू रोड में आए और समाचार मिला कि बाबा अव्यक्त हो गए 69 में। ആ സമയത്ത് ബോംബെ രമേശ് ഭായ് ഉള്ള അക്കൗണ്ടിൻ്റെ ഹെഡായിരുന്ന രമേശ് ഭായ് ആദ്യമായിട്ട് മ്യൂസിയം ഉണ്ടാക്കി, എക്സിബിഷൻ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം മ്യൂസിയം ഉണ്ടാക്കി, എക്സിബിഷൻ ഉണ്ടാക്കി ബോംബെയിൽ വളരെ നല്ല സക്സസ്ഫുള്ളായി സേവനം നടക്കുമായിരുന്നു. അപ്പോൾ ബാബയോട് പറഞ്ഞു, ബാബ നല്ല സർവീസാണ്, എക്സിബിഷൻ നന്നായി നടക്കുന്നുണ്ട്, ബാബ ഒരു പ്രാവശ്യം വന്ന് എക്സിബിഷൻ ഒന്ന് കാണണം. അപ്പോൾ ബാബ പറഞ്ഞു, ബച്ചേ ബാബ ഒരിക്കലും പുറം ലോകത്ത് വരില്ല, നിങ്ങൾ അബൂല് മ്യൂസിയം എക്സിബിഷൻ സെറ്റ് ചെയ്യൂ, ചിത്ര പ്രദർശനി സെറ്റ് ചെയ്യൂ. അങ്ങനെ നക്കി ലേക്കിൻ്റെ അടുത്ത് നമ്മുടെ മ്യൂസിയം ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിൻ്റെ സ്ഥാനത്ത് എക്സിബിഷൻ സെറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ബാബ എക്സിബിഷൻ കാണാൻ വരണം. അപ്പോഴും ബാബ പറഞ്ഞു, ഇതിന്ന് പുറത്തേക്ക് വരില്ല മക്കളെ, ഈ ഇത് വിട്ട് പുറത്തേക്ക് വരില്ല. അങ്ങനെ ഭായിമാരെ കൂടി വാശി പിടിച്ച് ബാബേനെ കാറിലിരുത്തി പുലർച്ചെ 5 മണിക്ക് കൊണ്ടുപോയി എക്സിബിഷൻ കാണിച്ചു കൊടുത്തു. എക്സിബിഷൻ കണ്ട് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇന്നത്തെ മ്യൂസിയം നിൽക്കുന്ന സ്ഥലത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബാബ ചോദിച്ചു, ഇത്രേ കുട്ടികളെ ഈ ബിൽഡിംഗ് ആരുടെയാണ്, നല്ല സ്ഥലമാണല്ലോ, ഇവിടെ ഒരു ബിൽഡിംഗ് എടുത്ത് മ്യൂസിയം ആക്കുകയാണെങ്കിൽ നല്ല സേവനം നടക്കുമായിരുന്നല്ലോ. അപ്പോൾ ബാബയുടെ ദൃഷ്ടി അവിടെ പതിഞ്ഞു. അവിടെ ആ സ്ഥലം ഭായിമാർ പോയി അന്വേഷിച്ചു, നമ്മൾ വാങ്ങി.
ആ ഭൂമി വാങ്ങി എന്നുള്ളതിൻ്റെ ആ വസ്തുവിൻ്റെ രേഖകളൊക്കെ തയ്യാറാക്കി ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി കഴിഞ്ഞ് ഡോക്യുമെൻറ്റ്സും കൊണ്ട് സന്തോഷത്തിൽ രമേശ് ഭായി ബോംബെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മെസ്സേജ് കിട്ടി, ബാബ അവ്യക്തായി. बाबा को मालूम था. बाबा ने संदेशी को फिर से बुलाया, उसी को 1 साल के बाद पुरुषार्थ करने के बाद, और कहा बच्ची अभी जाओ, अभी देखो ऊपर वाले में और इसमें क्या अंतर है. तो जब ऊपर गई और नीचे देखे, ऊपर देखे, नीचे देखे और रोने लगी. बताना बंद कर दिया, बोलना बंद कर दिया. क्यों रोती बच्ची, क्या? कहती बाबा ये तो उसके समान बन गया. माना उसको ये आभास हो गया कि अब बाबा शरीर छोड़ देगा, अब बाबा संपन्न बन गया. तो बाबा ने कहा अच्छा बच्ची किसी को बताना नहीं, कोई को कहना नहीं. गुप्त हो गया, कुछ किसी को पता नहीं करने दिया. फुल प्लानिंग से बाबा ने शरीर छोड़ा. दीदी को बाहर भेज दिया, जो बहनें थी सेवा पर भेज दिया. दादी जी गई बॉम्बे से, उनको रोक लिया, उनके हाथ में हाथ देगा और शरीर छोड़ा. संपन्नता की निशानी, ऐसे शरीर छोड़ा जैसे बाबा कहता है मक्खन से बाल निकल जाता है. कोई मेहनत नहीं, कोई तकलीफ नहीं, ऐसे बैठे बैठे हाथ में हाथ दिया और पंछी उड़ गया. मुरली सुनाई है, सबसे मिला है, सबको पत्र लिखे हैं, दादी जी को सारा घर दिखाया है, सब कुछ किया. ബാബയ്ക്ക് അറിയായിരുന്നു ബാബ സമ്പന്നാകും. കാരണം 1 വർഷം മുന്നേ ഏത് സന്ദേശിനെയാണോ മുകളിലേക്ക് അയച്ചത് ആ സന്ദേശിനെ വീണ്ടും വിളിച്ചു. ബാബ ചോദിച്ചു, കുട്ടി വദനിൽ പോയി ഈ ബാബി ആ ബാബി തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. സന്ദേശി മുകളിൽ പോയി താഴെ നോക്കി, മുകളിൽ പോയി താഴെ നോക്കി, ഒന്നും മിണ്ടിയില്ല. അപ്പം ബാബയോട് ചോദിച്ചു, ബാബ ചോദിച്ചു എന്താ കുട്ടി എന്താ. ബാബ അപ്പം സന്ദേശി സിസ്റ്റർ പറഞ്ഞു, ബാബ ആ ബാബയിലും ഈ ബാബയിലും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം ആ സിസ്റ്റർക്ക് മനസ്സിലായി ഇനി ബാബ പറക്കുകയായി, ഇവിടുന്ന് പോകുകയായി. അപ്പോൾ ബാബ പറഞ്ഞു ബച്ചി ഇതാരോടും പറയരുത് നീ എന്ന് പറഞ്ഞു. അങ്ങനെ ബാബ വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടെ യജ്ഞത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ, നമ്മുടെ ദീദി മൻമോഹിനിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, ദീദീനെ സേവനത്തിന് അയച്ചു. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ എല്ലാവരും സേവനത്തിന് അയച്ചു. ബോംബെയിൽ നിന്ന് പാർട്ടി കൊണ്ടുവന്ന ദാദീനെ അവിടെ നിർത്തി, ദാദിക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു, കയ്യിൽ കൈ പിടിച്ചു. ബാബ പറന്നുപോയി. ഏതുപോലെയാണോ വെണ്ണയിൽ നിന്ന് മുടിയെടുക്കുന്നത് അത്ര ലാഘവത്തോടെ 1 സെക്കൻഡിൽ ബാബ കിളി പറന്നുപോയി. ये सब संपूर्णता के चिन्ह है. चेक करो कि ब्रह्मा बाबा का सेवा से बहुत प्यार है. म्यूजियम बनाना है, सेवा करनी है, लेकिन प्यार है, डायरेक्शन दे रहा है, लगाव नहीं. लगाव होता तो शरीर नहीं छूटता. बच्चे हैं, पालना कर रहा है, गाइड कर रहा है, मुरली सुना रहा है, लेकिन डिटैच, कहीं से लगाव नहीं. जब हम अपने सूक्ष्म लगाव को चेक करेंगे, वैसे भी आपने देखा होगा जैसे हलवा बनाते हैं, जब हलवा वो पक कर के तैयार होता है तो चिपकना बंद कर देता है, कढ़ाई को छोड़ देता है. अगर मैं आत्मा संपन्नता को प्राप्त कर गई तो जहाँ पर भी हमारा थोड़ा भी लगाव है, झुकाव है, किसी आत्मा का प्रभाव है, किसी स्थान का प्रभाव है, सबसे न्यारे हो जाएंगे. लगाव छूट जाएगा. लगाव छूट जाना ही संपन्नता की निशानी है. चेक करो. സമ്പന്നതയുടെ ലക്ഷണം, ആ സമ്പൂർണ്ണതയുടെ സമ്പന്നതയുടെ ലക്ഷണമാണ് നമ്മൾ ബാബയെ കണ്ടത്. ബാബ സേവയിൽ നിന്നോ മുരളിയിൽ നിന്നോ ഒന്നും ഭിന്നമായിരുന്നില്ല. എല്ലാ സേവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്നു, പക്ഷെ അതിൻ്റെ ആകർഷണത്തിൽ നിന്ന് ഭിന്നമായിരുന്നു. ബാബ മുരളികൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നു കുട്ടികളെ, കുട്ടികൾക്ക് വേണ്ട പാലന കൊടുത്തുകൊണ്ടിരുന്നു, എങ്കിലും അവരുടെ ആകർഷണത്തിൽ നിന്ന് മുക്തനായിരുന്നു. അതുപോലെ നമ്മളെപ്പോഴാണോ എവിടെയൊക്കെ എന്തൊക്കെ പാലന കൊടുക്കുന്നുണ്ടോ, അത് വ്യക്തികൾക്കാണെങ്കിലും സേവനാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും 1 സെക്കൻഡിൽ അതിൻ്റെ ആകർഷണത്തിൽ നിന്ന് നമുക്ക് ഭിന്നമാകാൻ സാധിക്കുന്നുണ്ടോ, അതാണ് സമ്പന്നതയുടെ സമ്പൂർണ്ണതയുടെ ലക്ഷണം. അത് നിങ്ങൾ പരിശോധിക്കൂ. अब बच्चों ने ये नहीं सोचा बाबा चला गया अभी म्यूजियम क्या बनाना. नहीं बच्चे, म्यूजियम जरूर बने, अच्छे से अच्छा बनेगा. अव्यक्त रूप में बाबा ने डायरेक्शन दिया. 1 साल में म्यूजियम बन के तैयार हुआ और अव्यक्त बाबा ने आकर के पूरा म्यूजियम देखा.
बच्चों को गाइड किया, जहाँ कमी पेशी थी उसको करेक्ट किया, सब कुछ किया, लेकिन करते हुए भी अकड़ता रहा। संपूर्णता की निशानी है कर्म का करने का अभिमान नहीं, करो न्यारे हो जाओ। ब्रह्मा बाबा ने करके हमें सिखाया और संपूर्ण बना। അവ്യക്ത മ്യൂസിയം ഉണ്ടാക്കുമ്പോഴും അതേ ബാബ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു. മ്യൂസിയം ഉണ്ടാക്കുമ്പോൾ ബാബ തൻ്റെ അവ്യക്ത ബാബ്ദാദ വന്ന് എവിടെയൊക്കെ എന്തോ കുറവുണ്ടായിരുന്നോ അതെല്ലാം ഡയറക്ഷൻ കൊടുത്ത് അതിനെ പൂർണ്ണമാക്കി. അങ്ങനെയാണ് മ്യൂസിയത്തിൻ്റെ പെർഫെക്ഷൻ. 1 വർഷം കൊണ്ട് ബാബ സമ്പന്നായി. ഒരൊറ്റ വർഷം കൊണ്ട് മ്യൂസിയത്തിൻ്റെ പണി കഴിഞ്ഞു. അവ്യക്ത ബാബ്ദാദ വന്ന് അതിന് ഇനോഗ്രേഷൻ ചെയ്തു. പക്ഷേ അതിൽ നിന്ന് അകർത്ത, അതിൻ്റെ യാതൊരു ഭാവവും ഇല്ലാതിരുന്നു. അതാണ് സമ്പന്നതയുടെ വിശേഷത. എല്ലാം ചെയ്യും, പക്ഷെ അതിൻ്റെതായ യാതൊരു ഭാവവും ഇല്ലാതിരിക്കും. फिर बाबा के बाद बच्चों ने उनके कदम पर कदम रख करके बाबा की हर आस को पूरा किया। दीदी और दादी की जोड़ी बनी और 2 आत्माएं, शरीर 2 और हम कहते थे आत्मा 1। माना इतना संस्कार मिलन करके, एक दूसरे को रिस्पेक्ट दे करके, दूसरे की बातों को समझ करके, संस्कार मिला करके बाबा के हर आस को पूरा किया। दीदी दादी ने मिल करके यज्ञ को कहाँ से कहाँ पहुँचाया। मेरा आना हुआ उसी समय 71 में, 72 में मैं समर्पित हुआ। मैंने देखा बाबा के बाद दादियों ने एक छोटा पांडव भवन, जहाँ पर 100 लोग अगर आते थे 71 में, 72 में, तो हम दादी के पास जाते थे। दादी बहुत बड़ी सीजन है, आप इतने नहीं बुलाओ, कहाँ सोएंगे, क्या खाएंगे, कहाँ रखोगी। कहती अपने कमरे खाली कर दो, पार्टी को सुला दो, तुम लोग बाहर सो जाओ। पानी गर्म करो, उनके लिए रोटी चूल्हे पर बनाओ, उनके लिए ये करो। 100 लोगों को हम लोग संभालने में बहुत तंग हो जाते थे। लेकिन दीदी दादी की प्लानिंग, उनका एक उमंग उत्साह, बाबा की हर आस को पूरी करना। हर साल उन्होंने एक नई बिल्डिंग खड़ी किया और इतना साथी बनाए, सहयोगी बनाए, सबको साथ लेकर के यज्ञ को, एक छोटे से स्थान को आज कितना विशाल बना दिया, जो 20-25 हज़ार लोग भी आकर के शांतिवन में रहते हैं, रिफ्रेश होते हैं। ബാബയുടെ ആശ എന്തായിരുന്നു? അത് ഓരോ കാലടിയിലും കുട്ടികൾ അതിനെ ശ്രദ്ധിച്ച് പരിച്ച് വളർത്തി ദീദി ദാദി ജോഡിയായി മാറി. അതായത് 2 ശരീരം ഒരാത്മാവ് എന്ന പോലെയായിരുന്നു ദീദി ദാദിയുടെ പെരുമാറ്റം. അവർ 2 പേരും ഒന്നിച്ച് സേവനം ചെയ്തത്. 2 പേരും സംസ്കാരം അത്രയ്ക്കധികം ഒന്നിച്ചു ചേർത്തു. 71-ലാണ് ബൈസാബ് മധുബനിൽ അപ്പോൾ സറണ്ടറായി വരുന്നത്. ആ സമയത്ത് 100 ആളുടെ പാർട്ടി വരിക എന്ന് വെച്ചാൽ വലിയ റിസ്ക് ആയിരുന്നു. അപ്പോൾ ദാദിയോട് ഒന്ന് ചോദിക്കും, ദീദി ഇത്രയും 100 ആളുടെ പാർട്ടി വരികയാണ്, ഇവരൊക്കെ എവിടെയാണ് കിടത്തുക? അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ മധുബൻ നിവാസികളായി സേവ ചെയ്തിരുന്നവരോടൊക്കെ പറയത്തില്ല, നിങ്ങളൊക്കെ റൂം കാലിയാക്ക്, വരുന്നവർ അവരൊക്കെ സ്വസ്ഥമായി കിടക്കട്ടെ. ഇവരെല്ലാവരും റൂം കാലിലേക്ക് പുറത്തു പോകുമായിരുന്നു. കുറച്ച് വെള്ളം, കുറച്ച് സ്ഥലം, 100 ആളെ പരിപാലിക്കാൻ പോലും കഷ്ടപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദീദിയും ദാദിയും അത്ര ഒരേ സങ്കല്പത്തോടെ ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എന്തെന്നെ വന്നാലും ബാബയുടെ ആശ പൂർത്തീകരിക്കണം എന്നൊരേ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. 1 വർഷം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും. അങ്ങനെ അന്ന് അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ഇന്നാവുമ്പോഴേക്കും ശാന്തിവനത്തിൽ 20,000-30,000 പേര് സ്വസ്ഥമായി താമസിച്ചുകൊണ്ട് തപസ് ചെയ്യാനുള്ള സൗകര്യങ്ങളാക്കി. എവിടെ നിന്ന് എവിടത്തേക്ക് ദാദി ദീദിമാർ ഇതിനെ വലുതാക്കി യജ്ഞത്തിനെ. फिर उन्होंने सहज योग को श्रेष्ठ योग और महातपस्या, सहज योगी हम नहीं अभी हैं, हम श्रेष्ठ योगी हैं, महातपस्वी हैं. നമ്മൾ വെറും സഹജയോഗികളല്ല, ശ്രേഷ്ഠ യോഗികളും മഹാതപസ്വികളുമാണ്. सहज योगी क्या कर रहे हैं? बैठे हैं, सो गए हैं, पैर फैला के बैठे हैं, आसन जैसा बैठक, एकदम अलर्ट होके बैठना, शेर जैसा बैठना, बाबा से बातें करना. तो एक दिन दीदी ने मुझे बुलाया,
योग कराती थी, खुद ही कराती थी क्लास में। छोटा परिवार, आप जितने हैं इतने भी हम नहीं थे। हमारा केवल 50-60 का परिवार, मधुबन। तो एक दिन योग कराने के बाद मैं बैठा था, ऐसे देखा होगा दीदी ने, मुझे बुलाया, इधर आओ, तुम योग कर रहे थे? हमने, हाँ दीदी योग कर रहे थे। क्या कर रहे थे? मैं बाबा को याद कर रहे थे। कैसे याद कर रहे थे? क्या बताऊं मैं चुप। दीदी कहते हैं ये योग थोड़ी है, बाबा बाबा कर रहे हो, योग थोड़ी है। योग क्या है? लगन में मगन हो जाना, खो जाना। और कैसे खो जाना? तो उन्होंने कहा, हमको एक टाइटल दिया, तुम उद्धव हो या गोपी हो। एक कहानी आती है शास्त्रों में, भागवत के अंदर। गोपियाँ जो थी वो भगवान के साथ रास करती थी, भगवान को छेड़ती थी, उनके साथ खेल पाल करती थी, उनके साथ मक्खन की मटकी तोड़वाती थी, बहुत कुछ नाटक करते थे। और उद्धव ज्ञानी था, समझदार था। तो उद्धव देखता था ये क्या कर रही, भगवान के साथ ऐसे कर रही। उसकी भावना बहुत थी भगवान में, तो उसको गुस्सा आता था। तो दीदी ने कहा ये योग जो है ना उद्धव वाला नहीं है, ज्ञानी नहीं बनो सिर्फ। मैं आत्मा हूँ, परमात्मा की संतान हूँ, परम धाम निवासी हूँ। सूखा सूखा योग क्यों करते हो? अरे ऐसे बैठो योग में जो नयन गीले हो जाएं, प्यार में खो जाओ, समा जाओ। वो श्रेष्ठ योग है, महान योग है। वो दिल की याद है, दिमाग की नहीं। സഹജയോഗം ഉണ്ടല്ലോ, പലപ്പോഴും എങ്ങനെയൊക്കെയോ ആയിപ്പോവും. യോഗസഹജം എങ്ങനെയൊക്കെയോ കാല് വയ്ക്കും, എങ്ങനെയൊക്കെയോ കൈ വയ്ക്കും, ഒരു ഉത്സാഹഭരിതമായി മുഴുകിയിരിക്കുകയല്ല ചെയ്യുക. ഇരുന്നിരുന്ന് കൈ എങ്ങനെ വയ്ക്കും, കാല് എങ്ങനെ വയ്ക്കും, ഏതൊക്കെയോ രീതിയിൽ ഇരുന്ന് യോഗ ചെയ്യും. അതല്ല യോഗ. ഒരു പ്രാവശ്യം ദീദി ബായ് സാഹിബിനോട് പറഞ്ഞ കാര്യം പറയാണ്. യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ആസനാക്കി ഇങ്ങനെ ഇരുന്ന് ബാബയെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തേക്ക് വിളിച്ചു, നീ ഇങ്ങോട്ട് വാ, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ യോഗ ചെയ്തുകൊണ്ടിരിക്കുക ദീദി എന്ന് പറഞ്ഞു. യോഗയോ? ഇതാണോ യോഗ? എന്താ ബാബയെ ഓർത്തുകൊണ്ടിരിക്കുക ദീദി, ഇതാണോ യോഗ? നീ ഉദ്ധവനായിട്ടാണോ ഭഗവാനെ ഓർക്കുന്നത്, അതോ ഗോപികയായിട്ടാണോ ഭഗവാനെ ഓർക്കണമെന്ന്? ഭാഗവത്തിലൊരു കഥയുണ്ട്. ഗോപികമാർ ശ്രീകൃഷ്ണൻ്റെ കൂടെ കളിക്കുമായിരുന്നു, വെണ്ണ തിന്നുമായിരുന്നു, തമാശകൾ ചെയ്യുമായിരുന്നു. പക്ഷെ അത്രത്തോളം ഭാവനയിൽ അലിഞ്ഞു ചേർന്നായിരുന്നു. ഉദ്ധവൻ എന്ന് വെച്ചാൽ വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ്, അത്രയും ഭാവനയാണ് ഭഗവാനോട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഈ ഗോപികമാർ എന്താ ചെയ്യുന്നത്, ഭഗവാന്റെ കൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. അതുപോലെ നമ്മൾ ഉദ്ധവനാകുന്ന യോഗിയാകരുത് എന്ന് ബായ് സാഹിബിനോട് അന്ന് പറഞ്ഞു കൊടുത്തൊരുത്തര ദീദി. ഞാൻ ആത്മാവാണ്, പരന്താമവാസി ബാബ, പരമാത്മ, അങ്ങനെ മാത്രം ഒരു നോളജ്ഫുള്ളായി മാത്രം ആവരുത്. ഫീലിങ്ങോടുകൂടി, സ്നേഹത്തോടുകൂടി ഗോപികയായിട്ട് ബാബയെ ഓർമ്മിക്കണം. യോഗ ചെയ്യാനിരുന്ന യോഗയിൽ മഗ്നം, മുഴുകി പോകണം. ആ രീതിയിൽ ബാബയുടെ സ്നേഹാനുഭവം ചെയ്യണം. നിങ്ങളൊക്കെ ആരാ? ഉദ്ധവനാണോ അതോ ഗോപികയാണോ? ഭായിമാരെ, നിങ്ങളാരാ? ഉദ്ധവനാണോ ഗോപികയാണോ? ഗോപി, ഉദ്ധവനോ ഗോപിയോ? ഗോപിമാരൊക്കെ ഒന്ന് കൈ ഉദ്ധവന്മാര് കൈ ഉയർത്താൻ. ഉദ്ധവനായിട്ട് യോഗ ചെയ്യുന്നവരൊക്കെ दिल से याद करने वाले सब गोपी बन के, नैन गीले हो जाए, बाबा क्या बना दिया, कहाँ से कहाँ पहुँचा दिया, क्या जीवन थी, क्या खान पान था, क्या रहन सहन था, कितना सुंदर परिवर्तन कर दिया। फरिश्ता बाद में बनेंगे, इसी संगम पर फरिश्ता बना दिया. എങ്ങനെയാണ് ഗോപിക? ആ ബാബ എൻ്റെ ജീവിതം എങ്ങനെ മാറ്റി, എന്തായിരുന്നു നമ്മുടെ ജീവിതം, എങ്ങനെ വസ്ത്രധാരണം, എങ്ങനെ ആഹാരം, അതൊക്കെ മാറ്റി ബാബ നമ്മൾ എന്തൊക്കെ ഉയർത്തിക്കളഞ്ഞു. ഫരിസ്റ്റൊക്കെ പിന്നീട്, ആദ്യം ഇവിടെ നമ്മൾ ഗോപികമാരായിട്ട് ബാബയുടെ സ്വന്തമാവണം. ऐसे योग कराती थी, ऐसे स्टिक बैठ के, लेकिन नैनों से पानी ऐसे दिखाई देता था, गीले नैन, बस मगन है ऐसे, देखते भी नहीं देखती, दृष्टि दे रही है लेकिन ऐसे नहीं किसी को देख रही, बाबा को देख रही है, बाबा से बातें कर रही, बाबा बाबा बाबा, अंदर का अनाद नाद, उसको योग कहते हैं. ബാബ ശരീരം ശരിയായിട്ട് സ്ട്രിക്റ്റായിട്ടാണ് ഇരിക്കുന്നത്, ദൃഷ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ദൃഷ്ടി കൊടുത്താലും കാണാത്ത അവസ്ഥ. ബാബയോടുള്ള സ്നേഹം കൊണ്ട് കണ്ണുകളൊക്കെ ഈർന്നണിയണം. ഉള്ളിൽ നിന്ന് എൻ്റെ ബാബാ ബാബാ ബാബ എന്നുള്ള ഒരു അനഹത ശബ്ദം പോലെ നിരന്തരം ആ സ്മൃതി സ്നേഹത്തിൽ ഒഴുകണം. അതാണ് യോഗ.
और इतना अच्छा बाबा के साथ संबंध, बाबा के साथ इतना संबंध, कोई एक बात भी बाबा के बिना नहीं करेंगे, बाबा से पूछे बिना नहीं करेंगे। पहली मधुबन में बेगरी पाठ शुरू हुआ था, कहानी सुनी होगी, पढ़ी होगी। गाड़ियाँ ख़त्म हो गई, कोई गाड़ी नहीं थी, तो एक सेंटर ने मधुबन को एक गाड़ी दिया। उस समय गाड़ी थी फिएट, बहुत छोटी गाड़ी आती थी, फिएट गाड़ी, क्योंकि दादियाँ हमेशा बाहर की गाड़ियाँ मंगा के अप डाउन करती थी। तो जब गाड़ी आई, नई गाड़ी किसी माता ने, किसी ने दिया, तो दीदी, दादी, गुलजार दादी और एक भाई चलाने वाला, 4 लोग बैठे और बैठ करके उधर ले गए अनादरा पॉइंट, जिसको हनीमून पॉइंट कहते, और वहाँ गाड़ी खड़ी कर दिया। गुलजार दादी को बोलती है, देखो बाबा के घर में पहली गाड़ी आई है, बाबा इसका उद्घाटन करे, बाबा आकर के इसमें बैठे, तब मैं बैठूंगी, नहीं तो नहीं बैठूंगी। वहाँ खड़ी ही गाड़ी अनादरा पॉइंट पर, पांडव भवन में नहीं। कहाँ खड़ी कर दिया? वो कोने में अनादरा पॉइंट है ना, उधर जहाँ सनसेट देखने जाते हैं, हाँ। उसको हनीमून पॉइंट कहते हैं, नक्की लेक के बाहर उस साइड में कोने में। ओके। तो वहाँ गाड़ी खड़ी करके, और गुलजार दादी साथ में थी, बोला बाबा को बुलाओ। बाबा पहले बैठेगा, बाबा उद्घाटन करेगा, उसके बाद दीदी दादी बैठेंगे। अब गुलजार दादी तो बड़ी सरल, गाड़ी में बैठे बैठे ट्रांस में चली गई। ट्रांस में गई और बाबा आ गए। बाबा को उतारा पहले गाड़ी से, गाड़ी दिखाई, चक्कर लगवाया, नारियल तोड़वाया, और फिर बाबा के 2 शब्द बोलो बाबा। बाबा ने कहा, बच्चे एक गाड़ी क्या, अभी तो गाड़ियों की लाइन लगने वाली है, वरदान दे दिया। माना एक भी कर्म, एक भी यज्ञ की सेवा बिना बाबा से पूछे नहीं करना। साकार में बाबा नहीं है, अव्यक्त हो गया है, लेकिन संबंध इतना, तेरे संग खाऊं, तेरे संग बैठूं, तेरे से बात करूं, तेरे सिवाय और कोई नहीं। ऐसा नहीं समझा मैं बड़ी हूँ, मैं हेड बन गई हूँ। हेड तो बाबा ही है। दादी कहती थी, जिस दिन मैं अपने को हेड बना लिया उस दिन हेडक हो जाएगा। मैं हेड नहीं हूँ, बाबा हेड बैठा है। आज हेड बनने की रेस चलती है बहनों में। बाबा किसकी हेड बनना चाहते हो? हेड तो भगवान है, आप सेवाधारी हो, सेवाधारी बन के रहना। तो दीदी दादी ने अपने आप को सदा सेवाधारी समझा। बाबा कराने वाला है, उसका यज्ञ है, उसके बच्चे हैं, मैं कुछ नहीं करती। निमित्त भाव, निर्माण भाव, ये है योगी की निशानी। ബാബയുടെ ജീവിതത്തിലെ സർവ്വസംബന്ധങ്ങളും ബാബയുടെ കൂടെ, എല്ലാ കാര്യത്തിലും ബാബ, സേവയും ബാബയുടെ കൂടെ. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ബാബയോട് ചോദിച്ചിട്ടത്, സേവയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ബാബയുടെ ആജ്ഞപ്രകാരം മാത്രം. അങ്ങനെയായിരുന്നു ദീദി ദാദി. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ യജ്ഞത്തിൽ ഒറ്റ കാറ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല. ദീദി ദാദിക്ക് എവിടെ പോകണമെങ്കിലും പുറമെ നിന്ന് ടാക്സി വിളിക്കും, അതിൽ കറങ്ങുമായിരുന്നു. അപ്പോൾ ഏതോ ഒരു സെൻറ്റർ ആദ്യമായിട്ട് ഫിയറ്റ് കാറ് ബാബയ്ക്ക് യജ്ഞത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. ഏതോ ഒരു മാതാജിയോ ബാബയ്ക്ക് വേണ്ടി സമ്മാനം കൊടുത്തു. അപ്പോൾ ആ കാറിൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അതിനെ നക്കി ലേക്കിൻ്റെ അവിടെ കൊണ്ട്, നക്കി ലേക്കിൻ്റെ അവിടെ നിന്ന് കുറേ പോയിട്ട് നമ്മൾ പഹാഡിൽ പോകുമ്പോൾ ഉള്ള വഴിയുടെ അവിടെ കൊണ്ട് കാറ് നിർത്തി. അപ്പോൾ ദീദിയുണ്ട്, ദാദിയുണ്ട്, ഗുൽസാർ ദാദിയുണ്ട്. അപ്പോൾ ദാദി പറഞ്ഞു, ഇത്രേ ഈ കാറിൽ ഞാൻ കയറണമെങ്കിൽ, ദീദി കയറണമെങ്കിൽ ആദ്യം ബാബ വന്നിട്ട് ഈ കാറിൽ കയറണം എന്ന്, ഇല്ലാതെ ദീദി ദാദി കാറിൽ കയറില്ല. അങ്ങനെ ഗുൽസാർ ദാദിയോട് പറഞ്ഞു, ദാദി ഗുൽസാർ നീ പോക്കോ, വതനിലേക്ക് ബാബേനെ കൊണ്ടുപോകാൻ. ഗുൽസാർ ദാദിയാണെങ്കിൽ ഭയങ്കര സരള സ്വഭാവമാണ്. ദാദിയുടെ ആജ്ഞ കാറിൽ കയറിയിരുന്നു, പോയി. തിരിച്ചു വന്ന് ദാദിയല്ല, ബാബയായിരുന്നു. അപ്പോൾ ബാബയോട് പറഞ്ഞു, ബാബ വണ്ടി ഇനോഗ്രേഷൻ ചെയ്യുന്നു. ദാദി പറഞ്ഞു. ഉടനടി ബാബ അതിൻ്റെ ചുറ്റും നടന്ന്, അതിനെ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ ബാബയുടെ വീട്ടിൽ വണ്ടി ഇനോഗ്രേഷൻ ചെയ്യുന്നത്, അതുപോലെ ഇനോഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ബാബയോട് ദാദി പറഞ്ഞു, ബാബ 2 വാക്ക് പറയൂ ബാബ എന്ന്. അപ്പോൾ ബാബ പറഞ്ഞത്രേ, ഈ വണ്ടിയൊക്കെ എന്താ, ഇനി വണ്ടിയുടെ നിരനിരയാവാനാ പോകുന്നത് യജ്ഞത്തിൽ എന്ന്.
ബാബ അങ്ങനെ വരദാനം നൽകി. ഇന്നങ്ങനെയാണല്ലോ, ദാദി അങ്ങനെയായിരുന്നു. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും സ്ഥൂലത്തിൽ ബാബയില്ല, പക്ഷേ ഒരു സെക്കൻഡ് പോലും ബാബയെന്ന് വേർപിരിയില്ലായിരുന്നു. അത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിലും സേവനം ചെയ്യുകയാണെങ്കിലും ബാബയുടെ നിർദ്ദേശം, അത് നിമിത്തം മാത്രം. നമ്മൾ ബാബയുടെ കാര്യം, ബാബയുടെ കുട്ടികൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ എന്ന ഭാവേ ഉണ്ടായിരുന്നില്ല. നിമിത്ത ഭാവം, നിർമ്മല സ്വഭാവം, അതായിരുന്നു ദാദി ദീദി. और इतना बड़ा यज्ञ और एकदम बेगरी पार्ट, कुछ भी नहीं था यज्ञ में, बच्चे ही बहुत थोड़े थे, लेकिन कैसे चलाया, कैसे पालना दी हम लोगों की. हम लोगों की पालना भी ऐसी वंडरफुल थी. कहाँ से आए थे, गांव से आए, मधुबन में रहे, लेकिन पालना देने का तरीका ऐसा, बेगरी पार्ट होते हुए भी हलवा रोज़ खिलाया. लेकिन इकोनॉमी ऐसी थी, इकोनॉमी बताऊं कैसे थे. दीदी और दादी संस्कार दोनों के अलग, बिल्कुल अलग. माना दीदी इकोनॉमी के अवतार. बाबा का बेगरी पार्ट देखा था, सब कुछ देखा था. दादी बॉम्बे में रहती थी, बाहर सेवा पड़ती, तो दादी को आता था आज ये करें, आज ये खिलाएं, आज ऐसे करें, आज ये दें. और दीदी ऐसे करती, अरे दीदी दादी पता है आपको बेगरी पार्ट है, कुछ नहीं है यज्ञ में. तो एक दिन क्या हुआ, हम लोगों की जो ड्रेस आती थी वो सिली सिलाई ड्रेस हांगकांग से आती थी. एक परिवार वहाँ रहता था, तो बाज़ार में नहीं पैंट सूट कलर वाले ड्रेस मिलती हैं. तो भाई लोग जब बढ़ने लगे मधुबन में, तो दीदी दादी तो वहीं से पूरा पार्सल मंगवा लेती थी, और हम लोगों को 2-2 3-3 ड्रेस पैंट सूट की कलर ड्रेस मिल जाती थी. क्योंकि काम हमारे स्थूल थे, धोबी घाट करना है, कारपेंटरी का काम करना है, झाड़ू पोछा करना है, यही काम थे यज्ञ में. तो कलर ड्रेस में काम हो रहा था. तो उस समय 73-74 की बात सुनाता हूँ मैं. कुछ मारवाड़ी माताएं बिहार से आने लगी, उधर से सेवा शुरू हुई थी, बिहार यूपी से. तो मारवाड़ी माताओं के पास भोजन बहुत होता है, लेके चलती हैं ट्रेन में. तो जो ट्रेन का बचा हुआ भोजन होता था, बचा हुआ, वो कारपेंट्री डिपार्टमेंट में भेज देती थी. तो वहाँ के भाई लोगों को ख़राब लगता था, ये क्या माताएं समझती हैं, अपना बचा हुआ भोजन मेरे को देती हैं. तो 1 दिन 2 दिन ऐसे देखती रही. एक दिन एक भाई गुस्से में आ गया और दादी के पास पहुंच गया, दादी इन माताओं को समझाओ, ये माताएं हम लोगों को अपना बचा हुआ बासी भोजन देती हैं, किस लिए देती है, हमको यज्ञ में नहीं मिलता है क्या. तो दादी ने कहा तुमको क्यों देती हैं. माताओं को बुलाया गया, तो माताओं ने कहा दादी मैं नौकरों को नहीं देती, भाइयों को नहीं देती हूँ, मैं नौकरों को देती हूँ. बोला नौकर, नौकर कहाँ है, घर में नौकर है ही नहीं. बोला ये जो कलर ड्रेस में है नौकर नहीं तो कौन है. अब दादी सोचने लगी, कलर ड्रेस माना नौकर और सफ़ेद ड्रेस माना समर्पित. अब दादी की बुद्धि में अभी तक नहीं था ये बात, उन माताओं ने बुद्धि में डाल दिया. दादी आई क्लास में, दादी कहती है जिसके पास भी कलर कपड़े हैं, पैंट सूट सब ले आओ, जमा करो सब. अब दीदी कहे दादी इनको सफ़ेद ड्रेस पहनाओगी, कितना गंदे करेंगे, कितना साबुन चाहिए, कितनी धुलाई की मेहनत चाहिए, कितने कपड़े फटेंगे. दादी मैं अपने समर्पित बच्चों को नौकर नहीं देखना चाहती. माताएं उनको नौकर समझ के अपना भोजन देती हैं, इसलिए आज से कोई कलर कपड़ा नहीं पहनेगा, सबको ड्रेस मिलेगी सफ़ेद. हमारे कलर कपड़े छुड़वा दिया. माना इतनी बड़ी दिल, इतनी फ्राक दिल, और कैसे समर्पित की वैल्यू क्या होती है उसका उन पर ध्यान, कोई इनको नौकर ना समझे. ബഗരി പാർട്ടായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ബാബയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്രയും യജ്ഞത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ
ഞങ്ങളൊക്കെ ആ സമയത്ത് ഭായിമാരൊക്കെ സറണ്ടറാണ്. ആ സമയത്ത് ഞങ്ങൾ എത്രത്തോളം പാലന ചെയ്തിട്ടാണ് ദാദി ദീദിമാർ വളർത്തിയിരുന്നത്. രണ്ടുപേരും തികച്ചും വ്യത്യസ്തമായ സംസ്കാരം. ബാബയുടെ കൂടെ ബഗരി പാട്ടിൽ ജീവിച്ചിട്ടാണ് ദീദി മൻമോഹിനിയുടെ സ്വഭാവം മാക്സിമം ചുരുക്കി മാത്രം ഉപയോഗിക്കുന്ന ശീലം. ദാദിയാണെങ്കിൽ ബോംബെയിൽ സിറ്റിയിൽ ജീവിച്ച് അത് ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കണം, അത് കഴിപ്പിക്കണം, ഇത് കഴിപ്പിക്കണം, അങ്ങനെയുള്ള സങ്കല്പത്തോടെയുള്ള സ്വഭാവം. അങ്ങനെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒന്നിച്ചുള്ള രണ്ടുപേരായിരുന്നു യജ്ഞത്തെ പരിപാലിച്ചു കൊണ്ടുപോയിരുന്നത്. ഒരു പ്രാവശ്യം ദീദി മധുബനിലേക്ക് കുറേ പാർട്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് കുറേ കളർ ഡ്രസ്സുകൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളർ ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സഭായിമാർക്കും രണ്ട് സെറ്റ് കളർ ഡ്രസ്സ് കൊടുത്തു ദാദി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സേവനവും യജ്ഞത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് സേവനം ഉണ്ടാവുക? അടിക്കുക, തൊടിക്കുക, കാർപ്പൻട്രി വർക്ക് ചെയ്യുക, അതുപോലെ ബാക്കി എന്തൊക്കെ വർക്കുകളുണ്ടോ എല്ലാ ജോലികളും ചെയ്യുക. അതാണല്ലോ യജ്ഞത്തിൽ നമ്മുടെ സേവനം. അപ്പോൾ ആ സേവനം ചെയ്യുമ്പോൾ കളർ ഡ്രസ്സ് ഇട്ട് സേവനം ചെയ്താൽ ഈസിയാണല്ലോ. അങ്ങനെ ദാദി എല്ലാവർക്കും കളർ ഡ്രസ്സ് കൊടുത്തു. പക്ഷേ ആ സമയത്ത് മറുവാടി അമ്മമാർ വരുന്നുണ്ടായിരുന്നു അത്രേ. അവർ ആഹാരത്തിൻ്റെ വെറൈറ്റി സാധനം ഉണ്ടാക്കി കഴിക്കുന്നതിലും മിടുക്കരാണ്. അപ്പം ഒരു പ്രാവശ്യം അമ്മമാർ വന്ന സമയത്ത് അവർ യാത്രയിൽ ട്രെയിനിൽ വന്ന സമയത്ത് കഴിച്ച് ബാക്കിയുണ്ടായിരുന്ന ആഹാരമൊക്കെ കാർപ്പൻട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു. അപ്പോൾ അവരത് അപ്രാവശ്യം കഴിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ അമ്മമാർ വന്നപ്പോൾ കഴിച്ച് ബാക്കി ആഹാരം കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇവർക്ക് വിഷമായി, ഞങ്ങൾക്ക് എന്താണ് അവർ കഴിച്ച് ബാക്കിയുള്ള എച്ചിൽ ആഹാരം തരുന്നത് എന്ന് ഈ ഭായിമാർ ചിന്തിച്ചു. അങ്ങനെ അവർ ദാദിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു, ഈ അമ്മമാർ വരുമ്പോൾ അവർ കഴിച്ച് ബാക്കിയുള്ള ആഹാരം ഞങ്ങൾക്ക് തരികയാണെന്ന്. അതെന്തിനാ അവരിങ്ങനെ ഞങ്ങൾക്ക് തരുന്നത് എന്ന് ദാദി, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ആഹാരം, പിന്നെ എന്തിനാ ഇവരിങ്ങനെ തരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദാദി വിളിച്ച അമ്മമാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ കാർപ്പൻട്രി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത്? ഞങ്ങൾ ഒരിക്കലും സർവൻസിന് കൊടുത്തിട്ടില്ല, സർവൻസിനാണ് ഞങ്ങൾ കഴിച്ച ബാക്കിയുള്ള ആഹാരം കൊടുത്തതെന്ന് പറഞ്ഞു. ദാദി ആകെ ഷോക്കായി. സർവൻസോ? ഇവിടെ സർവൻസ് ഇല്ലല്ലോ, കാരണം കളർ ഡ്രസ്സ് ഇട്ട്, അപ്പോൾ അവർ കളർ ഡ്രസ്സിലാണല്ലോ ഉള്ളത് എന്ന് ദാദിയോട് അമ്മമാർ പറഞ്ഞു അത്രേ. അപ്പോൾ ദാദി എന്ത് ചെയ്തു, അന്ന് മുതൽ തന്നെ ദീദിയോട് പറഞ്ഞു, എല്ലാവരും ഇവർ ഭായിമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ കളർ ഡ്രസ്സ് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് ആർക്കും ഇനി കളർ ഡ്രസ്സ് വേണ്ട, എല്ലാവർക്കും വൈറ്റ് ഡ്രസ്സ് കൊടുപ്പിച്ചു. അപ്പോൾ യജ്ഞം അത്രയും ടൈറ്റായ കാലഘട്ടം ബഗരി കാലാണ്. അപ്പോൾ ആ സമയത്ത് വെള്ള ഡ്രസ്സ് ഇട്ട് പണിയെടുക്കുമ്പോൾ കാർപ്പൻട്രി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അതൊക്കെ വൃത്തികേടാവും. എത്ര സോപ്പ് വേണം, എത്ര വർക്കുണ്ട്. ഇപ്പോൾ ദാദിയോട് ചോദിച്ചു ഇത്ര, ദീദി ഇതെത്ര കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ ഇതൊക്കെ കഴിയുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ദാദി പറഞ്ഞു ഇത്രേ, എൻ്റെ മക്കൾ, ഭഗവാന്റെ മക്കളെ, സമർപ്പണായവരെ സർവൻ്റ് എന്ന ദൃഷ്ടിയിൽ നോക്കുന്ന എനിക്ക് സഹിക്കൂല. ഇവിടെ എല്ലാ മക്കളും സമർപ്പണമാണ് ബാബയുടെ, എല്ലാവർക്കും വൈറ്റ് ഡ്രസ്സ് മതി, അതിനെ മാനേജ് ചെയ്തോളാൻ. അത്ര സ്നേഹത്തോടെ ഭാവനയോടെയാണ് ദാദിയും ദീദിയും ഇവരെ പാലന ചെയ്തിരുന്നത്. അന്ന് അത്രയും കഷ്ടപ്പാടാണ്, എങ്കിൽ പോലും സ്നേഹം കൊണ്ട് അത്ര പാലനയിൽ ബാബയുടെ സ്വന്തമായിട്ട് സമർപ്പണാക്കിയിട്ടാണ് ഇവരൊക്കെ വളർത്തിയത്. यज्ञ को कहाँ से कहाँ पहुँचाया, सब कुछ किया, लेकिन अंदर अंदर धीरे धीरे उपराम होती गई. श्रेष्ठ योगी के साथ महातपस्वी बैठ जाती थी ऐसे. कोई दिन एक भी ऐसा नहीं है जिस दिन नमाज शाम का योग मिस किया हो. अमृत वेला खुद कराना, और अगर हम कहीं अलवेले हो गए तो चेकिंग होती थी. चेकिंग कैसे चेकिंग करती थी मालूम है? ആ സമയത്ത് ഒരു കാര്യം, പതുക്കെ യജ്ഞം വളർന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന കാര്യം, ഞങ്ങൾ യോഗിയായിരുന്നു, ശ്രേഷ്ഠ യോഗി, മഹാൻ യോഗിയായി മാറി. ഒരു ദിവസം പോലും സന്ധ്യായോഗം മിസ് ചെയ്തിട്ടില്ല, ഒരു ദിവസം പോലും അമൃതവേള മിസ് ചെയ്യില്ല. ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. എങ്ങനെ ചെക്കിങ് ചെയ്യുക? चेकिंग की विधियाँ थी अलग अलग, क्योंकि बहुत छोटा परिवार था. अभी तो हजारों में क्या चेकिंग करेगा, कौन योग करते हैं या नहीं करते हैं. तो हिस्ट्री हॉल ही था, मेडिटेशन हॉल नहीं था. तो दीदी योग कराती थी और दादी पीछे बैठती थी, पीछे गद्दी पर, और दीदी आगे. तो दीदी योग कराती थी तो कुछ लोग पीछे से खिसक जाते थे, उठ जाते थे बीच में. तो एक दिन दीदी ने दादी को बुलाया, दादी ये जो भाई लोग हैं ना, इनका अपने पर अटेंशन नहीं है, ये अलबेले होते जा रहे हैं, ये योग में बीच में क्यों उठते हैं, आप चेक करो.
എങ്ങനെയാണ് ചെക്കിങ് ചെയ്യാന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ആയിരക്കണക്കിന് ആളായിപ്പോയി, ആര് യോഗ ചെയ്യുന്നോ ഇല്ലയോ എന്ന് ആര് പരിശോധിക്കാനാ? അന്ന് അങ്ങനെയല്ലല്ലോ, ചെറിയ പരിവാരമല്ലേ. ഹിസ്റ്ററി ഹാൾ കണ്ടിട്ടുണ്ട്, അടുത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ഹാൾ കണ്ടിട്ടുണ്ടാവും, അവിടെയാണ് യോഗ ചെയ്യിക്കുക. ദാദി ബാക്കിൽ ഗതിയിലിരിക്കും, ഫ്രണ്ടിൽ ദീദി ദൃഷ്ടി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ യോഗ കുറേ കഴിയുമ്പോഴേക്കും ഭായിമാർ കുറേയൊക്കെ ബാക്കിലൂടെ സ്ലിപ്പായി പോവും. അപ്പോൾ ദാദിയോട് ഒരു ദിവസം ദീദി ദാദിയോട് പറഞ്ഞത്രേ, ദീദി ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ ഭായിമാർ എഴുന്നേറ്റ് പോകുന്നുണ്ട്, ഇവർ ഭയങ്കര അലസരായി പോയിട്ടുണ്ട്, ഇവരെവിടേക്കാണ് പോകണമെന്ന് പരിശോധിക്കണമല്ലോ എന്ന് ദാദിയോട് ദീദി പറഞ്ഞു. दादी ने क्या किया, मोहिनी बहन को साथ लिया, दादी के साथ मोहिनी बहन थी, और उस दिन हम भी उठ गए थे बीच में योग से। तो लाइट हाउस में हम लोग पहुँचे। लाइट हाउस भाइयों का कमरा था, वहाँ हम पाँच भाई 5 कमरे में रहते, 25 भाई। उसमें 5-7 लोग सोए होंगे, 5-7 लोग बाहर ब्रुश कर रहे थे, जग रहे थे। तो दादी जब आई तो आने लगी, घूंघट निकाले ऐसे माताओं की जैसे, कोई पहचान न ले। मोहिनी बहन और दादी घूंघट निकाल करके सीढ़ी पर चढ़ने लगी, तो हम 2 भाई बाहर थे, हमने ज़ोर से आवाज़ दी, अरे माताएं तुम भाइयों की तरफ नहीं आओ, ये भाइयों के कच्छ है, उधर जाओ। तो दादी ने ऐसे किया, चुप, कोई बोलेगा नहीं। दादी आ गई कमरों में, सवेरे 4:30 बजा होगा, अमृत वेले, और एक कमरे में गई, कौन कौन सोए हैं लिखो, नोट करो। जो बाहर थे उनको कुछ नहीं बोला, जो सोए हुए हैं सबके नाम नोट करो, उठाना नहीं किसी को। अब 5 कमरों में 5-7-10 लोग सोए होंगे, उठाया, लिखत लिया, और एक सीढ़ी से उतरी, दूसरे सीढ़ी से उतर के दीदी को गई, दीदी को चिटकी दे दिया, दीदी इतने लोग सोए थे। क्लास पूरा हुआ, नाश्ता पूरा हुआ, सब काम पूरा हुआ। उसके बाद दीदी बेल बजाती थी, पहले से भाई जाता था, उसको बुलाओ, उसको बुलाओ, उसको बुलाओ। अब जिसको बुलाया जाए उसका हाल खराब, क्योंकि उसको पता तो चल गया था कि आज चेकिंग हुई है, अब पता नहीं कौन सी सज़ा मिलेगी। तो दीदी बहुत प्यार से, आओ बैठो इधर, तबीयत ठीक है? प्रश्न, तबीयत ठीक है? नाश्ता किया? सैर करने भी गए होंगे, नक्की ले गए थे? हाँ, अगर सब बातों में कर लिया, अच्छा तबीयत ठीक है, नाश्ता भी कर लिया, नक्की लेक भी घूम के आ गए, अमृत वेले क्यों सोए रहते हो? अमृत वेला भगवान की बच्चों के लिए केवल 2 ही टाइम है, अमृत वेला और मुरली क्लास, बाकी तो सेवा ही है। अब अगर ये नहीं कर सकते हो तो तुम समर्पित क्यों हुए हो? अगर ऐसा करोगे तो ध्यान रखना, वापस जाना पड़ेगा, समर्पित होकर नहीं रह सकते हो। ये नियम है यज्ञ का। इतना स्ट्रिक्ट होकर के फिर प्यार किया, टोली दिया, बात किया, आगे के लिए ध्यान रखना। बस वो दिन, आज हमको 50 साल हो गए, अमृत वेला मिस नहीं होता। आप समझ सकते हो कितनी स्ट्रिक्ट हो गई उस समय की। ദാദി എന്ത് ചെയ്തു അറിയോ? ദാദി അന്നത്തെ ദിവസം അപ്പം തന്നെ മോഹിനി ദീദി എന്ന് പറഞ്ഞ ദീദി, മോഹിനി ദീദി ഉണ്ടായിരുന്നു കൂടെ, ദീദീനെ കൂടെ കൂട്ടി 2 പേരും കൂടി ഈ മുഖത്ത് കൂടെ അമ്മമാരിടുന്നമാതിരി ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ടിട്ട് ഭായിമാർ 5 പേർക്കുള്ള റൂമായിട്ട് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നേ, അവിടേക്ക് ചെക്ക് ചെയ്യാനായിട്ട് പോയി. അവിടെ ചെക്ക് ചെയ്യാൻ ചെന്ന സമയത്ത് ഓരോ റൂമിലും ഓരോരുത്തരും, ഇവിടെ ചിലരൊക്കെ ഉറങ്ങുന്നുണ്ട് കേട്ടോ, കണ്ണ് തുറക്കണേ, ഇത്രയും നല്ല കഥ പറയുമ്പോൾ ഉറങ്ങി പോകരുത്, നല്ല ആഴത്തിൽ ഉറക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓരോ റൂമുകളിൽ കുറച്ച് പേര് റൂമുകളിൽ ഉറങ്ങാണ്, കുറച്ച് പേര് കറങ്ങാൻ പോകുന്നുണ്ട്. അന്ന് കഷ്ടകാലത്തിന് ഞാനും കൂട്ടത്തിൽ പെട്ടുപോയി. അങ്ങനെ ദാദി പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവർ പറഞ്ഞത്രേ, നോക്ക് ഇത് അമ്മമാരുടെ റൂമല്ല, ഇത് ഭായിമാരുടെ സ്ഥലമാണ്, നിങ്ങൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ദാദി പതുക്കെ ഇങ്ങനെ മുഖം കാണിച്ചു കൊടുത്തു, എന്നിട്ട് മിണ്ടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് ചെന്ന് ഓരോ റൂമിലും കയറി പേരെഴുതി പറഞ്ഞു, ആരൊക്കെ ഉറങ്ങണമെന്ന്. 5-8 ആളുടെ പേര് കിട്ടി. അത് കഴിഞ്ഞ് അപ്പുറത്തോടെ ഇറങ്ങിപ്പോയി ദീദിയുടെ കയ്യിൽ ലിസ്റ്റ് കൊടുത്തു. രാവിലെ ആരെ അന്നേരത്തെ ഉണർത്തിയില്ലേ, വിളിച്ചില്ല. രാവിലെ ക്ലാസ് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ദീദി ഒരു ബെല്ലടിച്ചു. ബെല്ലടിക്കുമ്പോൾ വരും, അന്നങ്ങനെയാണ്. ബെല്ലടിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്നെ ഭായിമാരൊക്കെ വിളിക്കാൻ പറഞ്ഞു.
ഞങ്ങളൊക്കെ പേരാരുടെയൊക്കെ വിളിച്ചു അവരൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വിറക്കിയായിരുന്നു ദീദി എന്തിനാ വിളിക്കണമെന്ന്. പക്ഷെ ദീദി സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു, നിങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. ക്ലാസ് കേട്ടോ? കേട്ടു. നക്കിലേക്ക് കറങ്ങാൻ പോയോ? കറങ്ങാൻ പോയി. ആരോഗ്യമൊക്കെ ശരിയാണോ? ശരിയാണ്. പിന്നെ എന്തിനാ അമൃതവേള മാത്രം മിസ്സാക്കണമെന്ന് ചോദിച്ചു. നമ്മൾ ബ്രാഹ്മണർക്ക് 2 സമയമാണ് ബാബയുടെ കൂടെ, ഒന്ന് മുരളി, ഒന്ന് അമൃതവേള, ബാക്കി ഫുൾ ടൈം സേവയിലാണ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തവർ സമർപ്പണമാവേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ദീദി, സ്ട്രിക്റ്റ് ആയിരുന്നു. അതിനുശേഷം ടോളി കൊടുത്തു, സ്നേഹത്തോടെ സംസാരിച്ചു, കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അന്ന് ദീദി കൊടുത്ത ഡയറക്ഷൻ ഇന്ന് ഈ ദിവസം വരെ ഒരു അമൃതവേള മിസ്സാക്കേ അല്ലെങ്കിൽ മുരളി മിസ്സാക്കേ ചെയ്തിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് ദീദി യജ്ഞത്തിനെ കെട്ടിപ്പടുത്തത്. तो संपन्न संपूर्ण बनने के लिए फाउंडेशन पक्का करना पड़ेगा. फाउंडेशन क्या है? ईश्वरीय नियम, മര്യാദായ്, ശ്രീമത്ത് और ദിനചര്യ. സമ്പന്ന സമ്പൂർണ്ണമാവാൻ വേണ്ടി ഈ ലെസൺസ് നിങ്ങൾ ഉറപ്പിക്കണം. ഏത് ലെസ്സാണ്? ഈശ്വരീയ നിയമങ്ങൾ, മര്യാദകൾ എന്താണോ അത് 100% അനുസരിക്കണം. इन चारों के अंतर को समझते हो? एक है नियम, दूसरी मर्यादाएं, तीसरी श्रीमत, चौथी दिनचर्या. 4 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയോ? ഒന്ന് നിയമം, മര്യാദ, ശ്രീമതം, ദിനചര്യ. अगर इन चारों को आपने पक्का कर लिया, चारों के अनुकूल चलते रहे तो संपन्नता आ जाएगी. 4 കാര്യങ്ങളും ഉറപ്പിച്ച് അത് പ്രകാരം നിങ്ങൾ നടന്നുകൊണ്ടിരുന്നാൽ സമ്പന്നത വരും. नियम बाबा ने राजयोगी जीवन के 4 पक्के कराए, 4 नियम. നിയമം രാജയോഗി ജീവിതത്തിന് 4 നിയമങ്ങളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. सबसे पहले संपूर्ण पवित्रता, ब्रह्मचर्य व्रत. ആദ്യം സമ്പൂർണ്ണ പവിത്രത, ബ്രഹ്മചര്യ വ്രതം. अगर ब्रह्मचर्य व्रत लूज है, कहीं से भी कहीं दैहिक आकर्षण में आत्मा अटकी हुई है, योग कभी नहीं लगेगा. क्योंकि बाबा बिल्कुल प्योर है, शुद्ध है, पवित्र है और हम कहीं न कहीं दैहिक आकर्षण में आकर्षित हैं, तो हम योगी नहीं बन सकते. സമ്പൂർണ്ണ പവിത്രതയിലൂടെ ലൂസാണെങ്കിൽ, ദൈഹിക ആകർഷണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യോഗ എന്ന സംഗതി അനുഭവം ചെയ്യാൻ പറ്റില്ല. ബാബ സമ്പൂർണ്ണ പവിത്രാണ്. നമ്മുടെ സമ്പൂർണ്ണ പവിത്രതയാണ് ബാബയായിട്ടുള്ള യോഗം നമ്മളെ ചേർക്കുന്നത്. और पवित्रता की बहुत गहराई है. ऐसे नहीं हम ब्रह्मचर्य में रहते हैं, लेकिन देह के बारे में चिंतन करना, देह को देखना, देह के बारे में अनेक प्रकार की चर्चा करना, किसी के रूप रंग पर आकर्षित हो जाना, प्रभावित हो जाना, किसी के नाम रूप में लटक जाना, बहुत गहरी परिभाषा है ब्रह्मचर्य की, पवित्रता की. പവിത്രതയുടെ ബ്രഹ്മചര്യത്തിൻ്റെ ആ ഒരു നിർവചനം ഒരുപാട് ആഴാണ്. ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, ദേഹത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതിൻ്റെ ആകർഷണങ്ങളിൽ പെന്ന് പോവുക, രൂപത്തിലും പേരിലും കുരുങ്ങുക, ഇങ്ങനെ വരുന്ന ഒരുപാട് ആഴത്തിലുള്ള കാര്യമാണ് പവിത്രത എന്നുള്ള നിയമം. इसलिए इस पर बहुत ध्यान देना. जरा भी अगर दैहिक आकर्षण है, लीकेज है, योग नहीं लगेगा. संपन्नता तो बहुत बड़ी बात है. അല്പമെങ്കിലും ദൈഹിക ആകർഷണം ഉണ്ടെങ്കിൽ, ലീക്കേജ് ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും യോഗ ലഭിക്കില്ല. സമ്പന്നത എന്നുള്ളത് ഒരുപാട് വലിയ കാര്യമാണ്. और दूसरा है मन को शुद्ध बनाने वाला भोजन. कोई भी तामसिक, राजसिक, तेज गरम मसाले वाला, कोई भी उत्तेजित करने वाला पदार्थ हम नहीं खाते. योगी जीवन है, साधना करनी है, इसलिए शुद्ध तो खाना ही है. योगी के हाथ का खाना है, लेकिन वो बहुत सत्वगुणी भोजन हो. जरा भी उसमें तेज मिर्च मसाले, उत्तेजित करने वाले पदार्थ हम नहीं खा सकते. भले कहोगे हमारे यहाँ की कल्चर है, बिना मिर्ची के अच्छा नहीं लगता, लेकिन तेज खाओगे तो इंद्रियों में शीतलता नहीं रहेगी, उत्तेजना आएगी. इसलिए शुद्ध बहुत सात्विक भोजन ही खाना है.
പിന്നെ ആഹാരം നമ്മൾ യോഗയാക്കുന്ന പവിത്രമാക്കുന്ന ആഹാരമായിരിക്കണം. ആഹാരത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം വെറും പരിശുദ്ധ ആഹാരം മാത്രം പോരാ, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള മസാലകൾ ചേർത്തത്, നല്ല എരിവുള്ള ആഹാരം കഴിക്കുന്നതൊക്കെ ചിലർക്ക് ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ് എരിവുള്ള ആഹാരം കഴിക്കേണ്ടതെന്ന് പറയാൻ കാരണം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ അത് ശീതളമാകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കേവലം പരിശുദ്ധ ഭോജനം മാത്രം പോരാ, അതിൽ സതോപ്രധാന ഭോജനമായിരിക്കണം. ഭോജനവും താമസികവും രാജസികവും തമോ പ്രധാനവും സതോ പ്രധാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വളരെ മസാല കുറഞ്ഞ ആഹാരമാണ്. അതാണ് നമ്മൾ ഉയർന്ന യോഗിയാകാനായിട്ട് അനുവദിക്കുള്ളൂ. और संग की बहुत संभाल चाहिए. अगर जरा भी किसी कमज़ोर का संग कर लिया, पर चिंतन करने वाले का, प्रदर्शन करने वाले का, व्यर्थ बातों की तरफ आकर्षित होने वाले का, व्यर्थ चर्चा करने वाले का संग कुसंग कहलाता है. इसलिए कहते संग तारे कुसंग डुबोए. अगर कोई को सच्चा पक्का ब्राह्मण बनना है तो कमज़ोर का, व्यर्थ सोचने देखने बोलने वाले का संग नहीं करना. സംഘത്തിനെ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഉയർന്ന സ്ഥിതിയിൽ പോകണമെങ്കിൽ നമ്മളുടെ വ്യർത്ഥമായി സംസാരിക്കുന്നവർ, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവർ, അവരുടെ കൂടെ ചേരരുത്. അതുകൊണ്ടാണ് പറയുന്നത് നല്ല സംഘം നിങ്ങളെ പ്രസിദ്ധനാക്കും, ചീത്ത സംഘം നിങ്ങളെ മുക്കിക്കളയുമെന്ന്. അതുകൊണ്ട് നല്ല യോഗിയായി മാറണമെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ സംസാരിക്കുന്ന, വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നവരുടെ സംഘത്തിൽ നിന്ന് അവനവനെ സംരക്ഷിക്കണം. और साथ साथ दिव्य गुण है. 5 मुख्य गुणों को दादियों ने हमारा अटेंशन खिंचवाया. लास्ट में जानकी दादी जी 5 गुणों पर बहुत ध्यान खिंचवाती थी. 36 गुण आ जाएंगे, लेकिन पहले 5 पर ध्यान देना. ഒപ്പം തന്നെ ദിവ്യഗുണങ്ങൾ ദാദിമാർ 5 ഗുണങ്ങളിലാണ് സ്പെഷ്യലായിട്ട് ശ്രദ്ധ ക്ഷണിച്ചത്. അന്തിമത്തിൽ ജാനകി ദാദിയോ അതെ 36 ഗുണങ്ങളും നിങ്ങൾ വന്നു ചേരും. പക്ഷെ 5 ഗുണങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 36 ഗുണങ്ങൾ തന്നെ വന്ന് നിറയും. पहले सत्यता. सत्यता क्या है? आत्मिक स्वरूप में स्थित होकर रहना. देह मान असत्य है, देह असत्य है, ये विनाशी है, और सत्य है अविनाशी आत्मा. तो आत्मिक स्थिति में स्थित होकर के कर्म और व्यवहार में आना, इसको कहते हैं पहला गुण सत्यता. ഒന്നാമത്തെ ഗുണമാണ് സത്യത. സത്യത പറഞ്ഞ എന്താ അർത്ഥം? ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തതിന് ശേഷം ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുക. ശരീരം അസത്യമാണ്, വിനാശിയാണ്, ആത്മസത്യമാണ്. അപ്പം ആത്മസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുക, അതിനെയാണ് പറയുന്നത് ആദ്യ ഗുണമായ സത്യത. और दूसरा है अंदर और बाहर की स्वच्छता, पवित्रता. രണ്ടാമത്തത് ഉള്ളും പുറവും ഒരുപോലെ സ്വച്ഛമായിരിക്കുക, പവിത്രമായിരിക്കുക. कथनी और करनी की समानता. ऐसे नहीं कह कुछ रहे हैं, कर कुछ रहे हैं, सोच कुछ रहे हैं. समानता. വാക്കും പ്രവൃത്തിയും ഒന്നാക്കാനുള്ള സമാനത. ഒന്ന് പറയുക, ഒന്ന് ചിന്തിക്കുക, ഒന്ന് പ്രവർത്തിക്കരുത്. വാക്കും പ്രവൃത്തിയും തുല്യമാക്കുക എന്നുള്ളത് ചെയ്യണം. और तीसरा गुण है धैर्यता. बहुत धैर्यता. तुरंत कुछ भी उत्तेजित होकर के तुरंत नहीं बोलो. सुनो, समझो, फिर करो, फिर बोलो. तो धैर्यता का गुण बहुत काम आता है. അടുത്തതാണ് ക്ഷമ, ധൈര്യം. ധൈര്യം ക്ഷമ. അതായത് പെട്ടെന്ന് ഉത്തേജിതരായിട്ടൊന്നും പറയരുത്, കേൾക്കൂ, മനസ്സിലാക്കൂ, അതിനുശേഷം സംസാരിക്കൂ. ധൈര്യത എന്ന് ഹിന്ദിയിൽ പറയും ക്ഷമ. और चौथा गुण है नम्रता, झुकना. നാലാമത്തെ ഗുണം നമ്രത, വിനയചിത്തത. और 5वां है वाणी में मधुरता. അഞ്ചാമത്തതാണ് വാക്കുകളിൽ മാധുര്യം. अगर योगी जीवन बनानी है तो इन 5 मुख्य गुणों पर बहुत ध्यान देना. യോഗി ജീവിതമുണ്ടാക്കാൻ ഈ 5 മുഖ്യമായ ഗുണങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ये हमारे राजयोगी, श्रेष्ठ योगी जीवन के 4 पिल्लर हैं. ഇത് നമ്മുടെ രാജയോഗി ബ്രാഹ്മണ ജീവിതത്തിൻ്റെ 4 ആധാര സ്തംഭങ്ങളാണ്. इसको हम कहते हैं ईश्वरीय नियम. ഇതാണ് ഈശ്വരീയ നിയമം. फिर है मर्यादाएं. അടുത്തതാണ് മര്യാദകൾ. बाबा हमें संगम पर मर्यादा पुरुषोत्तम बनाते हैं. ബാബ സംഗമത്തിൽ നമ്മളെ മര്യാദ പുരുഷോത്തമരാക്കുന്നു. और वो मर्यादाएं हैं दृष्टि, वृत्ति, स्मृति,
बोल, कर्म, संबंध, संपर्क। ആ മര്യാദകളാണ് ദൃഷ്ടി, വൃത്തി, സ്മൃതി, വാക്ക്, കർമ്മം, സംബന്ധം, സമ്പർക്കം. दृष्टि के लिए मर्यादा है आत्मिक दृष्टि, भाई भाई की दृष्टि, सब आत्माएं हैं। शुद्ध दृष्टि, पवित्र दृष्टि, निर्दोष दृष्टि, ये दृष्टि की मर्यादाएं हैं, रेखा है। ദൃഷ്ടിയുടെ മര്യാദയാണ് ആത്മീക ദൃഷ്ടി. നമ്മളെല്ലാവരും സഹോദര സഹോദരന്മാരാണ്. അശുദ്ധമായ പവിത്രമായ ദൃഷ്ടി, ഇതാണ് ദൃഷ്ടിയുടെ മര്യാദ. वृत्ति अनासक्त उपराम वैराग्य की, ഭാവന അനാസക്തായിരിക്കണം, വൈരാഗ്യത്തിൻ്റെതായിരിക്കണം. चंचल वृत्ति नहीं चाहिए, बहुत स्थिर एकाग्र चाहिए। ചഞ്ചല വൃത്തി ഉണ്ടാവരുത്, ഏകാഗ്രമായ ഭാവന. स्मृति जो बीत गया है उसको भूल जाओ, उसको अंदर नहीं रखना। कहते हैं बीती को चितवो नहीं, आगे की रखो न आस, वर्तमान में जीना सीखो। സ്മൃതിയിൽ എന്ത് വേണം? കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കരുത്, കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത്, വരുന്ന കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടരുത്. ഈ പ്രസന്റിൽ ഭഗവാന്റെ കൂടെ ഇരിക്കണം. स्मृति में केवल एक मेरा बाबा, दूसरा न कोई। സ്മൃതിയിലാകെ ഒന്ന് മാത്രം, എൻ്റെ ബാബ, മറ്റാരുമില്ല. कल तक जो बात बीत गई वो इतिहास हो गया, उसको याद नहीं करना। ഇന്നലെ വരെ എന്തെല്ലാം കഴിഞ്ഞു പോയോ അതെല്ലാം കഴിഞ്ഞുപോയി, അതിനൊരിക്കലും ശ്രദ്ധിക്കരുത്. और कल जो होने वाला है वो बहुत अच्छा है, उसकी चिंता नहीं करना। നാളെ എന്താണോ സംഭവിക്കുന്നത് അതും വളരെ നല്ലതാണ്, അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. वर्तमान में स्मृति स्वरूप, बाबा ने कहा स्मृति स्वरूप बनो, स्वदर्शन चक्र करो, स्वदर्शन, इसकी स्मृति रखो। मैं क्या था, कैसे पाठ बजाया, कैसे पाठ बजाते बजाते अभी संगम पर आया, स्व का दर्शन करो, ये स्मृति रहे। സ്മൃതിയിൽ സ്വദർശനം, ഞാൻ എന്തായിരുന്നു, എങ്ങനെ പാട്ട് അഭിനയിച്ച് ഇവിടെ എത്തിച്ചേർന്നു, ആ സ്മൃതിയായിരിക്കണം. സ്വദർശനം, സ്വന്തം ദർശനമായിരിക്കണം സ്മൃതി. बोल के लिए मर्यादाएं हैं, जितना हो सके कम बोलो, धीरे बोलो, मीठा बोलो, जो जरूरी है जितना जरूरी है उतना बोलो, नहीं तो चुप हो जाओ। വാക്കുകളെ കുറിച്ച് പറയുന്നത് എത്ര ആവശ്യമുണ്ടോ അത് മാത്രം പറയുക, എത്ര കുറച്ച് പറ്റുമോ അത്ര കുറച്ച് സംസാരിക്കുക, എത്ര അത്യാവശ്യമുണ്ടോ അതുമാത്രം സംസാരിക്കുക. संबंध संपर्क के लिए मर्यादा है कि व्यवहार में आओ, एक दूसरे के समीप रहो, लेकिन फंसना नहीं और फंसाना नहीं। സംബന്ധ സമ്പർക്കത്തിൻ്റെ മര്യാദ എന്താന്ന് വെച്ചാൽ പരസ്പരം അടുത്തോളൂ, സമീപത്തെത്തിക്കോളൂ, പക്ഷെ കുരുങ്ങരുത്, ആരെയും കുരുക്കരുത്. कर्म करता है, कर्म कर रहे हैं, लेकिन मैंने किया, मैंपन से मुक्त रह के कर्म करो। കർമ്മത്തിൽ ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്തു എന്നുള്ള ഞാനെന്ന ഭാവത്തിൽ നിന്ന്, ബോധത്തിൽ നിന്ന് മുക്തരായിരിക്കൂ. सुख दो सुख लो, സുഖം കൊടുക്കൂ, സുഖമെടുക്കൂ. किसी भी आत्मा को दुख नहीं देना। दुख दोगे तो बाबा बहुत कड़े शब्द बोलता, मैं नहीं रिपीट करता। ദുഃഖം കൊടുക്കരുത്, ബാബ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദുഃഖം ആർക്കും കൊടുക്കരുത്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. कर्म ऐसे हों जो लोगों की दुआएं मिले। കർമ്മം എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, സർവരുടെയും ആശീർവാദം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. कोई भी भूल चूक से भी मेरे कर्मों को देख के बद्दुआ न दे। അറിയാതെ പോലും എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ആ ശാപം എനിക്ക് വന്നു ചേരരുത്. इन मर्यादाओं को याद रखना। नियम और मर्यादाओं पर अगर चलेंगे तो श्रीमत सिर माथे, भगवान जो कह रहा है सिर माथे। ഈ മര്യാദകളൊന്നും തന്നെ മറക്കരുത്. നിയമവും മര്യാദകളും അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ഭഗവാന്റെ ശ്രീമതം ശിരസ വഹിക്കുന്നവരായി തീർന്നു. हर बात के लिए भगवान ने श्रीमत दी है। कोई ऐसा पाप हो ही नहीं सकता जो बच्चों को हर बात के लिए गाइड करे। चलना कैसे, बैठना कैसे, उठना कैसे, खाना पीना कैसे, सोना कैसे, किस चीज़ की बनी श्रीमत नहीं। सब बातों की श्रीमत मुरली में है। എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ നമുക്ക് ശ്രീമതം നൽകിയിട്ടുണ്ട്. ഇരിക്കുന്നത് എങ്ങനെ, നടക്കേണ്ടത് എങ്ങനെ, സംസാരിക്കേണ്ടത് എങ്ങനെ, എല്ലാ കാര്യത്തിലും ചെയ്യേണ്ടത് എങ്ങനെ എന്ന മര്യാദകൾ മുരളിയിൽ ബാബ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. श्रीमत मालूम है ना, लिस्ट है आपके पास, सबके पास। നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ശ്രീമതം അറിയാലോ അല്ലേ? ശ്രീമതത്തിന്റെ ലിസ്റ്റ് ഉണ്ടോ? सबको रखनी चाहिए अपने पास। എല്ലാവരുടെ കയ്യിലും ശ്രീമതത്തിന്റെ ലിസ്റ്റ് വെക്കേണ്ടതാണ്. नहीं तो पूछते रहते हैं हम क्या करूं, शादी करूं या नहीं करूं बच्चों की, श्रीमत पूछते हैं।
बाहर खाना पड़ता है, खाऊं या नहीं खाऊं पूछते रहते हैं। रंगीन ड्रेस पहनूं या नहीं पहनूं पूछते रहते हैं। पूछने की क्या ज़रूरत है? भगवान श्रीमत दे रहा है मुरली के अंदर। अगर पूछते हो माना आप उसको पालन नहीं करना चाहते हो। ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണോ വേണ്ടയോ, ഇനി കളർ ഡ്രസ്സ് ഇടണോ വേണ്ടയോ, ഇതൊക്കെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? എല്ലാ കാര്യങ്ങളും മുരളിയിൽ ബാബ ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ചോദിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ എവിടെയോ നമുക്കൊരു ആകർഷണമുണ്ട്. यहाँ कोई कुमार बैठे हैं? कुमार കുമാരന്മാർ എത്ര ആളുണ്ട് ഇവിടെ? കുമാരന്മാരൊക്കെ ഉറങ്ങണ കുമാരന്മാർ കണ്ണു തുറന്ന് കൈ ഉയർത്ത്. कुमार है, കുമാരന്മാര്, അച്ഛന്മാരല്ല, ठीक है। കല്യാണം കഴിക്കാത്ത കുമാരന്മാർ. ब्रह्मा कुमार तो सभी हो, लेकिन कुमारों से पूछ रहा हूँ। കേവലം കുമാരന്മാര്. अगर कुमार आकर के बाबा से पूछे कि बाबा मुझे मम्मी पापा बहुत तंग करते हैं, मुझे शादी करनी पड़ेगी, तो बाबा क्या कहेगा उसको? ഏതെങ്കിലും കുമാരൻ വന്ന് ബാബോട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനമ്മയും വല്ലാണ്ട് क्या ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, श्रीमत है उसके लिए? കല്യാണം കഴിക്കട്ടെ ചോദിച്ചാൽ ബാബ എന്തുത്തരം പറയും? कर लो बच्चे, जाओ जाओ करो करो। ബാബ പറയും, ആ പോയിക്കോ, പോയി കല്യാണം കഴിച്ചോ എന്ന് പറയും. क्यों बोलेगा ऐसे? എന്തിനാ ബാബ അങ്ങനെ പറയുന്നേ? क्योंकि मुरली में तो श्रीमत दी है शादी बर्बादी है। शादी किया बर्बादी है। अगर तुमको पवित्र और योगी बनना है तो पूछने की क्या बात? अगर बाबा से पूछने के बाद फिर कर लिया जा करके तो डबल पाप हो जाएगा। इसलिए बाबा तो कहेगा भले करो जा करके, मना नहीं करता। ബാബ മുരളിയിൽ എല്ലാ ഡയറക്ഷനും തന്നിട്ടുണ്ടല്ലോ, കല്യാണം സർവനാശം എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പവിത്ര ആവണോ യോഗി ആവണം എന്ന് ആഗ്രഹമുണ്ടോ? പിന്നെയും ബാബോട് വന്ന് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ ബാബ പറയും, ഇത്രേ പോയിക്കൊക്കെ പോയി കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ ഡബിൾ പാപാവും. ബാബ അരുതെന്ന് പറഞ്ഞ് പോയി ചെയ്തു. അതുകൊണ്ട് ബാബോട് വന്ന് ചോദിച്ചാൽ ബാബ പറയും, പോയിക്കോ കല്യാണം കഴിച്ചോ എന്ന് പറയും. अभी अगर लिस्ट बताएंगे ना 2-4 घंटा में क्लास करा दूँ। कुमारों के लिए अलग है, माताओं के लिए अलग है, प्रवृत्ति वालों के लिए अलग है, टीचर्स के लिए अलग है, भाइयों के लिए अलग है। सबके लिए श्रीमत है और श्रीमत सिरमत है। जिसने श्रीमत का पालन किया वही संपन्न संपूर्ण बनेगा। और अगर उसमें जरा भी मनमत लगा दी, परमत लगा दी तो रास्ता भटक जाएगा। ഇപ്പോൾ കുറച്ച് ശ്രീമതം പറഞ്ഞു, കുമാരന്മാരുടെ മാത്രം കേട്ടോ. ഇനി കുമാരിമാർക്ക് വേറെ, അമ്മമാർക്ക് വേറെ, അച്ഛന്മാർക്ക് വേറെ, സിസ്റ്റേഴ്സ് ടീച്ചേഴ്സിന് വേറെ, എല്ലാവർക്കും വേറെ വേറെ ശ്രീമതമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ആര് ശ്രീമതം ശിരസാവഹിച്ച് ജീവിക്കുന്നോ അവർ തീർച്ചയായും സമ്പന്നാകും. അതുകൊണ്ട് ബാബയുടെ ശ്രീമതം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ 4 മണിക്കൂർ എന്ന് പറഞ്ഞാലും തീരില്ല. और नियम दिनचर्या क्या है? अमृत वेले 3:30 बजे का पहला रिकॉर्ड है उठने का। 4 से 4:45 का योग है, सबके लिए है, चाहे वो समर्पित है, चाहे प्रवृत्ति वाला है, चाहे कुछ भी करे। ब्राह्मण जीवन की दिनचर्या हर एक के लिए समान है। ഇനി പറയാൻ कोई कारण से रात को कोई को 2 बजे तक काम करना पड़ता है। तो अगर नियम बना लो दिनचर्या का कि उसी समय मुझे आधा पौना घंटा योग करके फिर सो जाना है, मना नहीं है, क्योंकि शरीर को आराम चाहिए। लेकिन जो रेगुलर दिनचर्या है वो ये है, अमृत वेले उठो, आधा पौना घंटा योग करके फिर जाके स्नान पानी करो। पहले करना तो करो, लेट्रिन जाने के बाद बिना स्नान किए बाहर नहीं आना, कपड़े बदल के ही निकलना है। अगर आपने वही कपड़े पहन लिए, स्नान नहीं किया, तो वो वास्तव में ब्राह्मण ही नहीं है, वो योगी नहीं हो। इसलिए लेट्रिन में जाना, तुरंत स्नान करना, कपड़े चेंज करना, ये नियम है हमारा, ये दिनचर्या है हमारी। हम ब्राह्मण हैं, हम शूद्र नहीं हैं। स्वच्छता हमारा अधिकार है। तो आप सब दिनचर्या के अंदर अमृत वेले का योग, पहले संकल्प में गुड मॉर्निंग, फिर योग शक्ति लो, वरदान लो, सकाश लो, फिर स्नान पानी करके स्वच्छ साफ हो जाओ, फिर भगवान के वर्षंस सुनो, महावाक्य सुनो, मुरली सुनो, विधि पूर्वक सुनो। भगवान पढ़ा रहा है, टीचर नहीं सुना रही, उसके महावाक्य हैं। फिर दिनचर्या के अंदर कर्म योगी हैं हम, बाबा को साथ लेकर के 8 घंटा कम से कम शरीर निर्वाह के लिए कर्म करना है। ദിനചര്യയുടെ കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ദിനചര്യയുണ്ട്. ബ്രാഹ്മണരുടെ ദിനചര്യ ആരംഭിക്കുന്നത് ആദ്യത്തെ അമൃതവേള സോങ്ങോട് കൂടിയാണ്.
രാവിലെ 3:30-ക്കുള്ള ബാബയുടെ അമൃതവേളയിലെ ട്രാഫിക് കൺട്രോൾ മുഴങ്ങുമ്പോൾ അത് ഗൃഹസ്ഥിയാണെങ്കിലും സെൻട്രലിരിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഒരേ ദിനചര്യയാണ് നമുക്കുള്ളത്. എല്ലാവരും 3:30-ക്ക് ആ അമൃതവേളയെ ട്രാഫിക് കൺട്രോളിൽ ഉണർന്നിരിക്കണം. അത് കഴിഞ്ഞാൽ 1/4 മണിക്കൂർ സമയം യോഗ ചെയ്തിരിക്കണം. അതിനുശേഷം കുളിച്ച് ശുദ്ധായി, അഥവാ മുന്നിൽ കുളിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ആ സമയത്ത് യോഗ നിർബന്ധമായി ചെയ്യണം. അഥവാ ഇനി ആരെങ്കിലും രാത്രി 2 മണി വരെയൊക്കെ ജോലിയുള്ള ആളുകളുണ്ടാവും ജോലിക്ക് പോകുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അമൃതവേള കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. പക്ഷെ അതിനു മുന്നേ അമൃതവേള മിസ്സാക്കരുത്. ആ ജോലി കഴിഞ്ഞതിന് ശേഷം യോഗ ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോളൂ. ശരീരത്തിൻ്റെ റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ നമ്മൾ സാധാരണയിൽ നിന്ന് ബ്രാഹ്മണ കുട്ടികൾക്കുള്ള സ്പെഷ്യലായൊരു നിയമമാണ്, നമ്മൾ എപ്പോഴെങ്കിലും ലാട്രിൻ പോവുകയാണെങ്കിൽ കുളിച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഈ വസ്ത്രങ്ങൾ അണിയാൻ. ഈ വസ്ത്രങ്ങൾ അണിഞ്ഞ് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുളിക്കാതെ ഇതൊന്നും ഇടാൻ പറ്റില്ല. പുതിയ സെറ്റ് ഡ്രസ്സ് ഇടണം, കുളിച്ചിരിക്കണം. അത് നിയമം, നിർബന്ധമായ നിയമമാണ്. അതൊന്നുമില്ലാതെ കാര്യങ്ങൾ കഴിഞ്ഞു അതേ ഡ്രസ്സ് തന്നെ വരികയാണെങ്കിൽ അവർ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ പരിശുദ്ധി ആവശ്യമാണ്. അതുകൊണ്ട് ശുദ്ധമായിട്ട് കുളിക്കുക. നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ വസ്ത്രം മാറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇട്ട വസ്ത്രം മാറിയിട്ട് പിന്നെ പുതിയ വസ്ത്രം ഇടുക ചെയ്യണം. അമൃതവേള യോഗ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഭഗവാന്റെ ഈശ്വരീയ മഹാവാക്യങ്ങൾ കേൾക്കണം. അതിനുശേഷം കർമ്മയോഗി ജീവിതം, കർമ്മലോകത്തേക്ക് 8 മണിക്കൂർ കർമ്മയോഗി ചെയ്യണം. നമ്മുടെ ജീവിതത്തിന് വേണ്ട സമ്പാദനത്തിന് നമ്മൾ തന്നെ അധ്വാനിക്കണം. അത് കർമ്മയോഗിയായി അധ്വാനിക്കണം. और भोजन तीनों टाइम जो भी करो बाबा को भोग लगा के करो. 2 टाइम कंपलसरी भोग लगाना है, अलग बर्तन में लगाना है. भोग प्रसाद की रीति से बना करके बाबा को पहले खिलाओ और वो भोजन में मिलाओ और सबको खिला दो. तो भोग प्रसाद है और भोजन में मिला के सबको खाना और खिलाना है. भोग लगा के खाना, जिससे मन तन शुद्ध रहेगा. नेगेटिव वाइब्रेशंस आपके अंदर नहीं प्रवेश करेंगे. इसलिए भोजन की शुद्धि नियम के अंदर आती है, दिनचर्या के अंदर आती है. क्योंकि दिनचर्या में हम सब 2 टाइम तो खाते ही हैं, 3 टाइम भी खाते हैं. तो जो कुछ खाते हैं खिलाने वाले को, भले वो नहीं खाता है, हमें उसको ज़रूर ऑफर करना है. और बड़ी शुद्धि और बहुत भावना से भगवान इसको स्वीकार करे, उसकी दृष्टि पड़े, उसके बाद हम खाएं और सबको खिलाएं. അതുപോലെ ആഹാര കാര്യത്തിലും നമുക്ക് നിയമങ്ങളുണ്ട്. നമ്മുടെ ദിനചര്യയാണ് ഇത് രണ്ടും. ആഹാരം എന്ത് നമ്മൾ കഴിക്കുകയാണെങ്കിലും ശിവബാബയ്ക്ക് പ്രസാദം ഉണ്ടാക്കുകയാണെന്ന ഭാവനയോടെ ഉണ്ടാക്കണം. എന്നിട്ട് ആഹാരത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനും മറ്റുള്ളവരെ കഴിപ്പിക്കാനും. ഭഗവാൻ അഭോക്തനാണ്, അവനൊന്നും സ്വീകരിക്കുന്നില്ല. എങ്കിലും നമ്മൾ എന്ത് സ്വീകരിക്കുകയാണെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ച് അവനത് സ്വീകരിക്കുന്നു സങ്കല്പിച്ച ഭാവനയോടെ കഴിക്കണം. ദിവസത്തിൽ നമ്മൾ 2 നേരമെങ്കിലും ചുരുങ്ങിയത് ആഹാരം കഴിക്കും. അതുപോലെ 2 നേരമെങ്കിലും ബാബയ്ക്ക് ഭോഗ് സമർപ്പിക്കണം. ഏത് ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിലും അത് ബാബയ്ക്ക് ഭോഗ് വെച്ച് കലർത്തിയതിന് ശേഷം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒരുപോലെ അത് ശക്തി നൽകും. അതുകൊണ്ട് സമർപ്പിച്ചതിന് ശേഷം വേണം ആഹാരം കഴിക്കാൻ. और लक्ष्य रखना कि अगर शाम को समय है, अलबेलेपन में इधर उधर नहीं, कम से कम आधा घंटा विश्व कल्याण के लिए नमाज शाम को योग जरूर करना चाहिए. अगर कोई कारण है तो अलग बात है, नहीं तो इसको कंपलसरी करो कि हमें कम से कम आधा घंटे प्रकृति को, भटकती हुई आत्माओं को, कितनी दुखी हैं उन सबको सकाश देने की सेवा करें. പിന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ അങ്ങനെ അത്ര വലിയ സാഹചര്യമാണെങ്കിൽ മാത്രം അത് മിസ് ചെയ്യാവൂ. ഈ സന്ധ്യായോഗ 1/2 മണിക്കൂറെങ്കിലും ശക്തമായിരുന്നു കൊണ്ട് പ്രകൃതിക്ക്, ദുഃഖി ആത്മാക്കൾക്ക്, അലയുന്ന ആത്മാക്കൾക്ക് വേണ്ടി യോഗ ചെയ്യണം. അത് 1/2 മണിക്കൂർ സമയം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വലിയ സാഹചര്യമാണെങ്കിൽ മാത്രമേ മിസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ സന്ധ്യായോഗം 1/2 മണിക്കൂർ നിർബന്ധമായും ഈ പ്രകൃതിക്ക് യോഗദാനം ചെയ്യണം. और रात को सोने के पहले बाबा को चार्ट सुना के, लिख सकते हो तो लिख करके, चारपाई पर बैठ के बाबा से बातें करके, पूरी दिनचर्या का पोता मेल बाबा को दे के बाबा की गोदी में गुड नाइट करके सो जाओ. टीवी देखते हुए, मोबाइल देखते हुए नहीं सोना. രാത്രി ചാർട്ട് നിർബന്ധമായും വയ്ക്കണം. ചാർട്ട് എഴുതാൻ പറ്റുന്നവർ ചാർട്ട് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ബാബയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് ബെഡിലിരുന്ന് കുറച്ച് നേരം യോഗ ചെയ്ത് എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട്. മൊബൈൽ നോക്കിക്കൊണ്ടോ ടി വി നോക്കിക്കൊണ്ടോ ഉറങ്ങരുത്. ठीक है, तो ऐसे चारों बातें बताई, ध्यान पर रहेंगे.
നാല് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത് नियम, ശ്രദ്ധിക്കില്ലേ? मर्यादाएं, ശ്രീമതം, श्रीमत, दिनचर्या, अगर इसको एक्यूरेट फॉलो करता है कोई बच्चा तो वो संपन्नता को सहज प्राप्त कर लेगा। और अगर कहीं भी अलबेला है तो योग ही नहीं लगेगा, संपन्न कैसे बनेगा? നാല് കാര്യങ്ങൾ, നിയമം, മര്യാദകൾ, ശ്രീമതം, ദിനചര്യ, ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആരാണ് പൂർണ്ണമായി പരിപാലിക്കുന്നത് അവരാണ് സമ്പന്ന സമ്പൂർണ്ണാവുള്ളൂ. ഇത് ഏതെങ്കിലും ഒന്ന് ലൂസാക്കിയാൽ പോലും അവർക്ക് സമ്പന്നാവാൻ സമ്പൂർണ്ണാവാൻ സാധ്യമല്ല. ओम शांति। 12 बज गया, चलो अभी 5 मिनट योग करके फिर मैं छुट्टी करूँगा, फिर आपका योग चलेगा। ഇത്ര ഹൃദയസ്പർശിയായി തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത്ര ലൂസായ കയ്യടിയോ? ഓം ശാന്തി. शिव पिता को अब याद करो, मुक्ति धाम तुम्हें जाना है। अपने सुकर्मों के बल पर ही सतयुग